നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിരേയിമാ പുരോ വിഭുഃ നിർമായശേതേ യതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത നവമസ്കന്ധം 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യവംശ കഥനത്തിൽ ഇക്ഷ്വാകുവംശ കഥനം, അതിൽ മാന്ധാതാവിന്റെ വംശം വർണ്ണിക്കുകയാണ്. മാന്ധാതാവിന്റെ പുത്ര, പൗത്ര, പ്രപൗത്ര പരമ്പരകൾ. അതിലാണ് ത്രിശങ്കുവും ഹരിശ്ചന്ദ്രനും എല്ലാം വരുന്നത്. പിന്നീട് അവരുടെ വംശത്തിലാണ് സഗരൻ ഉണ്ടാകുന്നത്. അത് അടുത്ത അധ്യായത്തിൽ വരും. ആ സഗരന്റെ വംശത്തിൽ പിന്നീട് അംശുമാനും ഭഗീരഥനും, തുടർന്ന് രഘു, ദിലീപൻ മുതലായ പരമ്പരകളൊക്കെ ഉണ്ടാവുന്നു. ദശരഥൻ വരയ്ക്ക് 8-ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തും. അല്ല, 8, 9 ഒക്കെ ആയിട്ട്. പിന്നീട് ശ്രീരാമാവതാരത്തിലേക്ക് 2 അധ്യായം, 10, 11. അപ്പോൾ അതിങ്ങനെ ക്രമത്തിൽ പോവുകയാണ്. ചില കഥകൾ അല്പം വിസ്തരിക്കും. 2, 3 ശ്ലോകങ്ങളെ കൊണ്ടും ചിലത് 8, 10 ശ്ലോകങ്ങളെ കൊണ്ടുമൊക്കെ വിസ്തരിച്ചുകൊണ്ട് പോകുന്നു. നമുക്ക് 7-ാം അധ്യായം ആദ്യം വായിക്കാം. 27 ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 7-മോऽധ്യായഃ. ശ്രീശുക ഉവാച. മന്ദാദുഃ പുത്രപ്രവരോ യോ അംബരീഷഃ പ്രകീർത്തിതഃ പിതാമഹേന പ്രവൃതോ യൗവനാശ്വശ്ച തൽസുതഃ ഹാരീതസ്തസ്യ പുത്രോ ഭൂത മാന്ദാദൃപ്രവരായിമേ നർമ്മദാ ഭ്രാതൃഭിർദത്താ പുരുകുൽസായ യോരഗൈഃ തയാ രസാതലം നീതോ ഭുജഗേന്ദ്രപ്രയുക്തയാ ഗന്ധർവാനവധീ തത്ര വധ്യാൻ വൈ വിഷ്ണുശക്തിദൃക്ക നാകാല്ലബ്ധവരഃ സർപ്പാത് അഭയം സ്മരതാം ഇദം ത്രസദ്ദസ്യുഃ പൗരുകുൽസോ യോ അനരണ്യസ്യ ദേഹകൃത്ത ഹര്യശ്വഃ തൽസുതസ്തസ്മാത് അരുണോദത്രിബന്ധനഃ തസ്യ സത്യവ്രതപുത്രഃ ത്രിശങ്കുരിതി വിശ്രുതഃ പ്രാപ്തശ്ചാണ്ഡാളതാം ശാപാദ് ഗുരോഃ കൗശികതേജസാ സശരീരോ ഗതസ്വർഗം അദ്യാപി ദിവി ദൃശ്യത്തെ പാതിതോ വാക്ഷിരാ ദേവൈഃ തേനൈവ സ്തംഭിതോ ബലാദ് ത്രൈശങ്കവോ ഹരിശ്ചന്ദ്രോ വിശ്വാമിത്രവസിഷ്ഠയോഃ യന്നിമിത്തമഭൂത് യുദ്ധം പക്ഷിണോർബഹുവാർഷികം സോനപത്യോ വിഷണ്ണാത്മാ നാരദസ്യോപദേശതഃ വരുണം ശരണം യാതഃ പുത്രോ മേ ജായതാം പ്രഭോ യദി വീരോ മഹാരാജ തേനൈവ ത്വാം യജേതി തദേതി വരുണേനാസ്യ പുത്രോ ജാതസ്തു രോഹിതഃ ജാതസ്സുതോ ഹ്യനേനാംഗ മാം യജസ്വേതി സ്വബ്രവീത് യദാ പശുർനിർദശ സ്യാദ് അധമേദ്യോ ഭവേദിതി നിർദശേ ച സ ആഗത്യ യജസ്വേത്യാഹ സ്വബ്രവീത്
ദന്താ പശോർ യജ്ജായേരൻ അധമേദ്യോ ഭവേതിതി ജാതാ ദന്താ യജസ്വേതി സ പ്രത്യാഘാത സോബ്രവീതം യഥാ പദന്ത്യസ്യ ദന്താഃ അധമേദ്യോ ഭവേതിതി പശോർനിപതിതാ ദന്താ യജസ്വേത്യാഹ സോബ്രവീത് യഥാ പശോഃ പുനർദന്താഃ ജായന്തേത പശുഃശുചിഃ പുനർജാതാ യജസ്വേതി സ പ്രത്യാഘാത സോബ്രവീത് സാന്നാഹികോ യഥാ രാജൻ രാജന്യോത പശുഃശുചിഃ ഇതി പുത്രാനുരാഗേണ സ്നേഹയന്ത്രിതചേതസാ കാലം വഞ്ചയതാ തം തം ഉക്തോ ദേവസ്തം ഐക്ഷത രോഹിതസ്തദഭിജ്ഞായ പിതുഃ കർമ്മ ചികീർഷിതം പ്രാണപ്രേപ്സുഃ ധനുഷ്പാണിഃ അരണ്യം പ്രത്യപദ്യത പിതരം വരുണഗ്രസ്തം ശ്രുത്വാ ജാതമഹോദരം രോഹിതോ ഗ്രാമമേയായ തമിന്ദ്രഃ പ്രത്യഷേദത ഭൂമേഃ പര്യടനം പുണ്യം തീർത്ഥക്ഷേത്രനിഷേവണൈഃ രോഹിതായ ആദിശചക്രഃ സോപ്യരണ്യവസത് സമാം ഏവം ദ്വിതീയേ തൃതീയേ ചതുർത്ഥേ പഞ്ചമേ തദ് അഭ്യേത്യസ്തവിരോ വിപ്രോ ഭൂത്വാ ഹവൃത്രഃ ഷഷ്ടം സംവത്സരം തത്ര ചരിത്വാ രോഹിതഃ പുരീം ഉപവ്രജൻ അജീകർത്താത് അക്രീണാത് മധ്യമം സുതം ശുനശേപം പശും പിത്രേ പ്രദായ സമവന്തത തതഃ പുരുഷമേധേന ഹരിശ്ചന്ദ്രോ മഹായശാഃ മുക്തോദരോ യജദ്ദേവാൻ വരുണാദീൻ മഹത്കഥഃ വിശ്വാമിത്രോഭവത് തസ്മിൻ ഹോതാ ച അദ്വർയു ആത്മവാൻ ജമദഗ്നിരഭൂത് ബ്രഹ്മാ വസിഷ്ഠോ യാസ്യ സാമഗഃ തസ്മൈ തുഷ്ടോ ദദൗ ഇന്ദ്രഃ ശാതകൗംഭമയം രഥം ശുനശേബസ്യ മാഹാത്മ്യം ഉപരിഷ്ടാത് പ്രചക്ഷ്യത്തെ സത്യസാരാം ധൃതിം ദൃഷ്ട്വാ സഭാര്യസ്യ ച ഭൂപതേഃ വിശ്വാമിത്രോ ഭൃശം പിത്രോ ദദൗ അവിഹതാം ഗതിം മനഃ പൃഥിവ്യാം താമദ്ഭിഃ തേജസാപോ അനിലേന തദ് ഖേവായും ധാരയന്തച്ഛ ഭൂതാദൗ തം മഹാത്മനി യസ്മിൻ ജ്ഞാനകലാം ധ്യാത്വാ തയാ ജ്ഞാനം വിനിർദഹന്ന ഹിത്വാ താം സ്വേന ഭാവേന നിർവാണസുഖസംവിദാ അനിർദ്ദേശ്യാപ്രതർക്യേണ തസ്ഥൗ വിദ്വസ്തബന്ധനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഹരിശ്ചന്ദ്രോപാഖ്യാനം നാമ സപ്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ. കഴിഞ്ഞ അധ്യായത്തിൽ ഇക്ഷ്വാകു വംശത്തിൽ മാന്ധാതാവിൻ്റെ ഉൽപ്പത്തിയും മാന്ധാതാവിൻ്റെ പുത്രന്മാർ 3 പേര്, അവരിൽ സഹോദരിമാരായിട്ട് 50 പേര്, ആ മാന്ധാതാവിൻ്റെ പുത്രിമാർ 50 പേരെ സൗഭരി മഹർഷി വിവാഹം കഴിച്ചു എന്നുള്ള കഥ പറഞ്ഞു. അതിനെ വിസ്തരിച്ച് പറഞ്ഞു. കാളിന്തിയിൽ കഠിനമായ തപസ് ചിരകാലം അനുഷ്ഠിച്ചിരുന്ന സൗഭരി മഹർഷി
ആ ജലജന്തുക്കളായ മത്സ്യങ്ങളുടെ മൈഥുന ലീലകൾ കണ്ട് അതിൽ അവരുടെ സന്തോഷം കണ്ട് തനിക്കും വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ജനിച്ച് മാന്ധാതാവ് രാജാവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് 50 കന്യകമാരുള്ളതിൽ ഏതെങ്കിലും ഒന്നിനെ തരാനായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ വളരെ വൃദ്ധാവസ്ഥയിൽ ശരീരത്തിലെല്ലാം ചുളിവുകളും ശൽക്കങ്ങളും ഒക്കെ വന്നു ചേർന്നിട്ടുള്ള ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ തൻ്റെ മക്കളെ കൊടുക്കുക, എങ്ങനെ കൊടുക്കാതിരിക്കുക, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മക്കൾക്ക് സമ്മതമാണെങ്കിൽ ആർക്കെങ്കിലും കൂടെ വരാൻ തയ്യാറാണെങ്കിൽ കൂട്ടിയിട്ട് പൊക്കോളൂ, സ്വയം വരത്തിൽ അവർ വരിച്ചാൽ നിർബന്ധിച്ച് ഞാൻ ചെയ്യിക്കില്ല എന്ന മട്ടിൽ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. തൻ്റെ ഈ രൂപം കണ്ടിട്ടാണ് രാജാവ് ഇങ്ങനെ തന്നോട് പറഞ്ഞത്. അപ്പോൾ താൻ തൻ്റെ സിദ്ധി ഉപയോഗിച്ച് വളരെ സുന്ദരനായി സ്ത്രീകൾ പോലും കാമിക്കുന്ന രീതിയിൽ മാറണം. അപ്പോൾ പിന്നെ മനുഷ്യ സ്ത്രീകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം തൻ്റെ സിദ്ധി കൊണ്ട് അതിസുന്ദരനായിട്ടുള്ളൊരു യുവാവായി മാറി. രാജഭടനോടുകൂടെ അന്തഃപുരത്തിൽ ചെന്ന് ഈ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളിൽ ആരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ അനുവാദം തന്നിട്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ 50 പേരും മത്സരിച്ച് ഞാനാണ് യോഗ്യ, എനിക്കാണ് ഇദ്ദേഹം ഉത്തമ ചേർച്ചയുള്ളത്, നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് പരസ്പരം കലഹിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ 50 പേരെയും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം 50 പേരുമായിട്ട് അദ്ദേഹത്തിൻ്റെ തപസ്സിദ്ധി കൊണ്ട് എല്ലാ സുഖഭോഗങ്ങളും ഭാര്യമാരെയും അനുഭവിപ്പിച്ച് താനും അനുഭവിച്ച് എല്ലാ പ്രകൃതി രമണീയങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളിലും ഗൃഹങ്ങളിലും എല്ലാം രമിച്ചു സന്തോഷമായിട്ട്. ഇത് കണ്ട മാന്ധാതാവ് ചക്രവർത്തി പോലും അതിശയിച്ചു ഒരു താപസന്റെ ആനന്ദം കണ്ടിട്ട്. അങ്ങനെ പിന്നീട് അദ്ദേഹം കാലം കൊണ്ട് ചിന്തിച്ചു. എപ്പോഴോ വിശ്രമിച്ചതായിട്ടുള്ള സമയത്ത് തനിക്ക് പറ്റിയ പതനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ച് പശ്ചാത്താപ വിവശനായി. അയ്യോ, ഞാൻ എന്താ ഈ കാണിച്ചത്? സന്യസിച്ച് ആരുമായിട്ടും സംഘം വേണ്ടെന്ന് കരുതി ജലാശയത്തിൽ മുങ്ങിക്കിടന്ന് കഠിന തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മചര്യ വ്രതമെല്ലാം അനുഷ്ഠിച്ചിരുന്ന ഞാനിപ്പോ 50 തീർന്നല്ലോ. എന്ന് വെച്ചാൽ 50 ഭാര്യമാരുടെ ഭർത്താവായി എൻ്റെ മനസ്സ് വളരെ എന്താ പറയുക 50 സ്ത്രീകളിൽ രമിക്കുന്നതായി തീർന്നുവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പശ്ചാത്താപം ചെയ്യുന്നു. ലോകത്തോടുള്ളൊരു ഉപദേശം പോലെ അദ്ദേഹം പറയുന്നു, മുമുക്ഷുവായിട്ടുള്ള ഒരാള് ഇങ്ങനെയുള്ള ലൗകികന്മാരുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല, ബഹിർമുഖരാവരുത്, ഇന്ദ്രിയങ്ങളെയൊക്കെ വേണ്ട പോലെ നിയന്ത്രിക്കണം എന്നുള്ളൊരു പാഠം ലോകത്തിന് ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം വിരക്തനായി കാട്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ പത്നിമാരും അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിന് ഓരോ പത്നിമാരിലും 100 മക്കളുണ്ടായി എന്നും പറഞ്ഞിടയിൽ അവരെയൊക്കെ നാട്ടിൽ അവരുടേതായിട്ടുള്ള പ്രാരബ്ധങ്ങൾക്ക് വിട്ട് ഇദ്ദേഹം കാട്ടിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ പത്നിമാരും അതേ നിലയ്ക്കെത്തിയവരായിരുന്നു. അവരുടെ ദേഹങ്ങളെ ഇദ്ദേഹത്തിന്റെ ചിതയിലേക്ക് സ്വയം സമർപ്പിച്ചു. അങ്ങനെ അവരുടെയും ദേഹത്യാഗത്തിലൂടെ അവരും മുക്തകളായി തീർന്നു എന്നുള്ള ആ കഥയാണ് സൗഭരീ ചരിതം, സൗഭരീ ഉപാഖ്യാനം എന്നൊക്കെ പറഞ്ഞ് വർണ്ണിച്ചത്. ഇനി അംബരീഷന്റെ മാന്ധാതാവിന്റെ ആൺമക്കളുടെ കഥ പറയുകയാണ്. പെൺമക്കളുടെ കഥയാണല്ലോ 50 പേരുടെ കഥ പറഞ്ഞത്. പുരുകുൽസൻ, അംബരീഷൻ, മുചുകുന്ദൻ, ഇങ്ങനെ 3 ആൺകുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു. അതിൽ അംബരീഷൻ എന്ന മകന്റെ വംശത്തെയാണ് ആദ്യം പറയുന്നത്. മാന്ധാതുഹു ശ്രീശുഗൗവാച മാന്ധാതുഃ പുത്രപ്രവരോ യോ അംബരീഷ പ്രകീർത്തിതഃ പിതാമഹേന പ്രവൃതോ യൗവനാശ്വശ്ച തൽസുതഃ ഹാരീതസ്തസ്യ പുത്രോ ഭൂത മാന്ധാതൃപ്രവരായിമേ. ശ്രീശുഗൗവാച മാന്ധാതുഃ പുത്രപ്രവരോ യോ അംബരീഷഃ പ്രകീർത്തിതഃ പിതാമഹേന പ്രവൃതഃ
യൗവനാശ്വശ്ച തൽസുതഃ ഹാരീതസ്തസ്യ പുത്രോഭൂത മാന്ദാതൃപ്രവരായിമേ. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. മാന്ദാതുഹു പുത്രപ്രവരോ യോ അംബരീഷ പ്രകീർത്തിത. മാന്ദാതാവിന്റെ പുത്രന്മാരിൽ പ്രവരനാണ് ഏതൊരുവനാണോ അംബരീഷൻ എന്ന് പറയപ്പെട്ടത്. ഇപ്പം 3 മക്കളാണെന്ന് പറഞ്ഞു. പുരുകുൽസൻ, അംബരീഷൻ, മുചുകുന്ദൻ. അതിൽ പ്രവരനായിട്ടിവിടെ അംബരീഷനെ മധ്യമപുത്രനെയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പിതാമഹേന പ്രവൃത. പിതാമഹേന പ്രവൃത. പിതാമഹൻ ആരാണ്? പിതാമഹൻ ഈ അംബരീഷന്റെ പിതാമഹൻ. അത് മാന്ദാതാവിന്റെ അച്ഛൻ. ആരാണ് മാന്ദാതാവിന്റെ അച്ഛൻ? യുവനാശ്വൻ. യുവനാശ്വൻ പ്രസവിച്ചതാണല്ലോ മാന്ദാതാവിനെ. അബദ്ധത്തില് പുംസവനം ജപിച്ച ജലം പാനം ചെയ്ത് ഗർഭം ധരിച്ച് വയറ് കീറി പുറത്തു വന്ന പുത്രനാണല്ലോ മാന്ദാതാവ്. ആ മാന്ദാതാവിന് സ്ഥാനം കൊടുക്കാൻ നിവൃത്തിയില്ലാതെയാണല്ലോ ഇന്ദ്രൻ വന്ന് ദേശിനിയെ മാന്ദാത എന്ന് പറഞ്ഞ് അമൃതം വഴിയുന്ന തന്റെ ചൂണ്ടുവിരല് കുട്ടിയുടെ വായിലിട്ട് കൊണ്ടാണ് മാന്ദാത എന്ന പേരുണ്ടായത്. അപ്പൊ ഈ മാന്ദാതാവിന്റെ അച്ഛൻ യുവനാശ്വൻ, ആ യുവനാശ്വൻ പേരക്കുട്ടിയെ തന്റെ മകനായിട്ട് സ്വീകരിച്ചു. അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് മാന്ദാതുഹു പുത്രപ്രവരോ യോ അംബരീഷ പ്രകീർത്തിത പിതാമഹേന പ്രവൃത. പിതാമഹനാൽ മുത്തശ്ശനാൽ എടുത്തു വളർത്തപ്പെട്ടു. മുത്തശ്ശൻ എടുത്തു വളർത്തിയപ്പോ മുത്തശ്ശനല്ലാതെയായി അച്ഛന്റെ സ്ഥാനമായി വളർത്തച്ഛനായി മാറി യുവനാശ്വൻ. മുത്തശ്ശന്റെ വത്സല പുത്രനായി എന്നർത്ഥം. നമ്മുടെ സ്വയംഭൂമനു എങ്ങനെയാണോ യജ്ഞൻ എന്ന പുത്രനെ എടുത്തു വളർത്തിയത് അല്ലേ? മരീചി. എന്താ മരീചിയുടെ സ്വയംഭൂമനുവിന്റെ ആകൂതിയിലുണ്ടായ പുത്രനാണല്ലോ ആകൂതി. രുചി അല്ലെ? രുചി എന്ന പ്രജാപതിക്കും ആകൂതിക്കും കൂടി ഉണ്ടായ പുത്രനായി ഭഗവാൻ യജ്ഞനായി ജനിച്ചപ്പോൾ ആ യജ്ഞനെ സ്വയംഭൂമനു എടുത്തു വളർത്തിയതുകൊണ്ട് സ്വയംഭൂമനുവിന്റെ മകനായി തീർന്നു. പൗത്രനായിട്ടും മകന്റെ സ്ഥാനം വന്നു ചേർന്നു, ദത്തുപുത്രനായി മാറി. അതുപോലെ ഇവിടെ പിതാമഹനായ യുവനാശ്വൻ എന്താ പറയുക, പൗത്രനായ അംബരീഷനെ തന്റെ പുത്രനെ പോലെ വളർത്തി. അതാണ് പ്രവൃത. പ്രവൃത എന്ന് പറഞ്ഞാല് ചേർന്നവൻ. പ്രകർഷേണ വൃത, വരിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തില്. പ്രകർഷേണ വൃത, വൃത വരിക്കപ്പെട്ടവൻ, സ്വീകരിക്കപ്പെട്ടവൻ, പുത്രനായി വരിക്കപ്പെട്ടവൻ. അത് പറഞ്ഞിട്ട് യൗവനാശ്വശ്ച തൽസുത. തൽസുത യൗവനാശ്വ. ഈ അംബരീഷന്റെ പുത്രനാണ് ഒരു യൗവനാശ്വൻ. നമ്മുടെ മാന്ദാതാവിനും യൗവനാശ്വൻ എന്ന പേരുണ്ട്. യുവനാശ്വന്റെ മകനായതുകൊണ്ട് ഇവിടെ പേര് തന്നെ യൗവനാശ്വൻ എന്ന് പേരിട്ടു. തൽസുത ഹാരീത. ആ യൗവനാശ്വന്റെ പുത്രനായിട്ട് ഹാരീതൻ. ഇമേ മാന്ദാതൃപ്രവരാഹ. ഇവർ മാന്ദാതാവിന്റെ വംശത്തിലെ പ്രവരന്മാർ, ശ്രേഷ്ഠന്മാരാകുന്നു. അപ്പൊ മാന്ദാതാവിന്റെ തന്നെ പുത്രനായ അംബരീഷൻ, ആ അംബരീഷൻ മുത്തശ്ശനാൽ വളർക്കപ്പെട്ടു. ആ അംബരീഷനുണ്ടായ മകനാണ് യൗവനാശ്വൻ. യൗവനാശ്വന്റെ പുത്രനായി ഹാരീതൻ. ഇങ്ങനെ കുറച്ച് പേരുടെ പേര് നമുക്ക് പറഞ്ഞു. നർമ്മദാ ഭ്രാതൃഭിർദത്താ പുരുകുൽസായയോരഗൈഃ തയാ രസാതലം നീതോ ഭുജകേന്ദ്രപ്രയുക്തയാ ഗന്ധർവാനവതീ തത്ര വധ്യാൻ വൈ വിഷ്ണുശക്തിദൃക്ക
നാഗാല്ലബ്ധവര സർപ്പാദഭയം സ്മരതാമിതം. പുരുകുൽസൻ എന്ന പുത്രനെ കുറിച്ച് പറഞ്ഞിരുന്നു. മാന്ധാതാവിന്റെ മൂത്ത പുത്രൻ പുരുകുൽസനാണ്. ആ പുരുകുൽസന്റെ കഥ 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ്. നർമ്മദാഭ്രാതൃബിർദത്താ പുരുകുൽസായ യോരഗൈഃ തയാരസാദലം നീതോ ഭുജഗേന്ദ്ര പ്രയുക്തയാ ഗന്ധർവാനവധീത്തത്ര വധ്യാൻ വൈ വിഷ്ണുശക്തിദൃക്ക് നാഗാലബ്ധവര സർപ്പാദഭയം സ്മരതാമിതം. നർമ്മദാ ഭ്രാതൃബിർദത്ത പുരുകുൽസായ യാ ഉരഗൈഃ. യാ പ്ലസ് ഉരകൈ യോരകൈ എന്നായി. യാ എന്ന് പറഞ്ഞാൽ ഏതൊരുവൾ. ഏതൊരുവൾ ആരവിടെ? നർമ്മദ. അപ്പോ നർമ്മദ എന്ന കന്യകയെ, നർമ്മദ നാഗകന്യകയാണ്. അതാണ് ഉരകൈഹി ദത്ത. ഉരകൈഹി ഭ്രാതൃഭിഹി ദത്ത. ഉരകങ്ങളാകുന്ന ഭ്രാതാക്കളാൽ, സഹോദരന്മാരാൽ നർമ്മദ ദത്ത. കസ്മൈ ദത്ത? പുരുകുൽസായ ദത്ത. പുരുകുൽസൻ എന്ന മാന്ധാതാവിന്റെ മൂത്ത പുത്രനായിക്കൊണ്ട് നർമ്മദ എന്ന നാഗകന്യക സഹോദരന്മാരായ ഉരകങ്ങളാൽ നൽകപ്പെട്ടു. എന്നിട്ടോ അപ്പൊ പിന്നെ ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞ് പുരുകുൽസൻ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ആ വംശത്തിന് അധികം പ്രാധാന്യമില്ലാതായത്. മൂത്തപുത്രനായ പുരുകുൽസൻ തയാ രസാതലം നീതഃ ഭുജകേന്ദ്ര പ്രയുക്തയ. ഭുജകേന്ദ്ര പ്രയുക്ത എന്ന് പറഞ്ഞാൽ നാഗങ്ങളുടെ, ഉരകങ്ങളുടെ തലവന്മാരാൽ നൽകപ്പെട്ടവളായ അവളാൽ, ഭുജകേന്ദ്രനാൽ നൽകപ്പെട്ടവളായിട്ടുള്ള ആ നർമ്മദയാ സഹ തയാ സഹ രസാതലം നീതഃ, രസാതലത്തിലേക്ക് നയിക്കപ്പെട്ടു. അപ്പൊ നാഗപ്രവരന്മാരായിട്ടുള്ള ആളുകള്, സഹോദരന്മാര് നർമ്മദയെ പുരുകുൽസന് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ആ പുരുകുൽസനെയും കൂട്ടി പാതാള ലോകത്തിലേക്ക്, രസാതലത്തിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചു. എന്തിനായിക്കൊണ്ടാണ്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗന്ധർവാനവധി തത്ര വധ്യാൻ വൈ വിഷ്ണുശക്തി ദൃക്ക് നാഗാലബ്ധവര സർപ്പാദഭയം സ്മരതാം ഇതം. ഗന്ധർവാനവധി തത്ര വധ്യാൻ വൈ വിഷ്ണുശക്തി ദൃക്ക്. ഗന്ധർവന്മാരെ വധിച്ചു. ആരാ? ഈ നമ്മുടെ പുരുകുൽസൻ തന്റെ ഭാര്യയായ നാഗകന്യകയായ നർമ്മദ എന്ന നാഗദേവതയോടുകൂടെ, നാഗകന്യകയോടുകൂടെ രസാതലത്തിൽ ചെന്നിട്ട് ആ രസാതലത്തിൽ നാഗങ്ങളെ ഉപദ്രവിക്കുന്നവരായിട്ടുള്ള ചില ഗന്ധർവന്മാരുണ്ടായിരുന്നു. അപ്പോൾ വധ്യാൻ എന്ന് പറയുന്നത് അവർ വധിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ വധ്യന്മാരായിട്ടുള്ള ഗന്ധർവാൻ തത്ര അവധീത്, അവിടെ വെച്ച് വധിച്ചു. വിഷ്ണുശക്തി ദൃക്ക്, ഇദ്ദേഹം ഈ പുരുകുൽസൻ വിഷ്ണുവിന്റെ ശക്തിയെ ധരിച്ചവനാണെന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ അനുഗ്രഹം സമ്പാദിച്ചിട്ടുള്ളവനാണ്. വിഷ്ണു ചെയ്യുന്ന പ്രവൃത്തി ലോകരക്ഷ, അതിന് വിഷ്ണുവിന്റെ അംശമായി അദ്ദേഹം ഈ പാതാള ലോകത്തിൽ അല്ലെങ്കിൽ രസാതല ലോകത്തിൽ ചെന്ന് വിഷ്ണു ദുഷ്ടന്മാരെ വധിക്കുന്നത് പോലെ വിഷ്ണു ശക്തി ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പുരുകുൽസൻ ഗന്ധർവന്മാരെ, വധ്യന്മാരായിട്ടുള്ള ഗന്ധർവന്മാരെ വധിച്ചു. അങ്ങനെ വധിച്ചു കൊടുത്തപ്പോ നാഗങ്ങള് സന്തോഷിച്ചു. അങ്ങനെ നാഗാത് ലബ്ധവരഹ, നാഗങ്ങളിൽ നിന്ന് വരം ലഭിച്ചവനായി തീർന്നു. ആര്? നമ്മുടെ പുരുകുൽസൻ. പുരുകുൽസന് നാഗങ്ങളിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ കിട്ടി. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നാഗങ്ങള് ഇതം സ്മരതാം സർപ്പാത് അഭയം. ഈ കഥ സ്മരിക്കുന്നവർക്കും, ഈ പുരുകുൽസനെയും പുരുകുൽസൻ ചെയ്തതായിട്ടുള്ള ഗന്ധർവവധം എന്നുള്ള കഥയെയും സ്മരിക്കുന്നവർക്ക് സർപ്പങ്ങളിൽ നിന്ന് ഭയമുണ്ടാവില്ല. സർപ്പാത് അഭയം സ്മരതാം ഇതം സ്മരതാം. ആരാണോ ഈ കഥയെ സ്മരിക്കുന്നത് അവർക്ക് സർപ്പാത് അഭയം, സർപ്പങ്ങളിൽ നിന്ന് ഭയമുണ്ടാവുകയില്ല, അഭയമുണ്ടാവും. അപ്പൊ അങ്ങനൊരു വരം നാഗങ്ങള് പുരുകുൽസന് നൽകി. അങ്ങയെയും
അങ്ങ് ചെയ്ത ഈ ഗന്ധർവവധം എന്നിട്ട് നാഗങ്ങളെ സന്തോഷിപ്പിച്ചതായിട്ടുള്ള ഈ ഒരു കഥയും ആരാണോ സ്മരിക്കുന്നത് അവർക്ക് സർപ്പങ്ങളിൽ നിന്ന് ഭയമുണ്ടാവില്ല എന്ന്. അപ്പോ ഈ പറഞ്ഞ കഥ സർപ്പഭയമുള്ളവർക്കൊക്കെ സ്മരിക്കാവുന്നതാണ് ഈ 2 ശ്ലോകങ്ങൾ. നർമ്മദാഭ്രാതൃദത്താ പുരുഗുൽസായോരകൈഃ തയാരസാതലം നീതോ ഭുജകേന്ദ്ര പ്രയുക്തയാ ഗന്ധർവാനവധീത്തത്ര വധ്യാൻ വൈ വിഷ്ണു ശക്തിദൃക്ക് നാഗാലബ്ധപര സർപ്പാത് അഭയം സ്മരതാമിതം. ഇനി ആ പുരുഗുൽസന്റെ വംശം പറയുന്നു. ത്രസദ്ദസ്യുഃ പൗരുഗുൽസോ യോ അനരണ്യസ്യ ദേഹകൃത്ത് ഹര്യശ്വസ്തൽസുതസ്തസ്മാത് അരുണോദത്രിബന്ധനഃ. ത്രസദ്ദസ്യുഃ പൗരുഗുൽസോ യോ അനരണ്യസ്യ ദേഹകൃത്ത് ഹര്യശ്വസ്തൽസുതസ്തസ്മാത് അരുണോദത്രിബന്ധനഃ. ത്രസദ്ദസ്യുഃ പൗരുഗുൽസഃ. പൗരുഗുൽസൻ എന്ന് പറഞ്ഞാൽ പുരുഗുൽസന്റെ പുത്രൻ. അപ്പൊ പുരുഗുൽസന്റെ പുത്രന് പേരിട്ടത് എന്താണ്? ത്രസദ്ദസ്യുഃ. ഇതാരുടെ പേരാ? മുത്തശ്ശന്റെ പേരും കൂടിയാണ് അല്ലെ. മാന്ധാതാവിന് ഇന്ദ്രൻ കൽപ്പിച്ച പേരാണല്ലോ ത്രസദ്ദസ്യുഃ. അപ്പൊ അങ്ങനെ മുത്തശ്ശന്റെ പേര് പൗത്രനും പേരക്കുട്ടിക്കും കൊടുത്തു. അതാണ് പൗരുഗുൽസഃ ത്രസദ്ദസ്യുഃ. പുരുഗുൽസന്റെ പുത്രൻ ത്രസദ്ദസ്യു. അപ്പൊ ത്രസദ്ദസ്യു 1 മാന്ധാതാവ്, 2ാമൻ പുരുഗുൽസന്റെ പുത്രൻ. യോ അനരണ്യസ്യ ദേഹകൃത്ത്. യോ ഏതൊരുവനാണോ അനരണ്യന് ദേഹത്തെ ചെയ്തവൻ എന്ന് പറഞ്ഞാൽ അനരണ്യനെ ജനിപ്പിച്ചവൻ എന്നർത്ഥം. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഈ ത്രസദ്ദസ്യുവിന്റെ പുത്രനാണ് അനരണ്യൻ എന്ന് പറയണം. അദ്ദേഹത്തിന് ദേഹത്തെ നൽകിയവൻ എന്ന് വെച്ചാൽ പിതാവ് എന്നർത്ഥം. ദേഹകൃത്ത് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നുള്ളതിന്റെ പര്യായമാണ്. അപ്പൊ അനരണ്യന്റെ അച്ഛനാണ് പൗരുഗുൽസനായ ത്രസദ്ദസ്യു. ഹര്യശ്വഃ തൽസുതഃ. അനരണ്യസ്യ സുതഃ. തൽസുതഃ മീൻസ് അനരണ്യസ്യ സുതഃ ഹര്യശ്വഃ. ഹര്യശ്വ മുമ്പും ഹര്യശ്വന്മാരുണ്ടായിട്ടുണ്ട് ഈ വംശത്തില്. ഇതിപ്പോ എത്രാമത്തെ ഹര്യശ്വനാണെന്ന് നോക്കണം അല്ലേ. ഹര്യശ്വന്മാര് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. തസ്മാത് അരുണഃ. ഹര്യശ്വനിൽ നിന്ന് അരുണൻ എന്ന പുത്രനുണ്ടായി. അത് ത്രിബന്ധനഃ. അവന്റെ പുത്രനായിട്ട് ത്രിബന്ധനൻ. അപ്പോ പുരുഗുൽസന്റെ പുത്രൻ ത്രസദ്ദസ്യു, അദ്ദേഹത്തിന്റെ പുത്രൻ അനരണ്യൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഹര്യശ്വൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അരുണൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ത്രിബന്ധനൻ. ഇങ്ങനെ വംശപരമ്പര. എന്നിട്ട് ഇനി ആ വംശത്തെ വീണ്ടും പറയുന്നു. തസ്യ സത്യവ്രതഃ പുത്രഃ ത്രിശങ്കുരിതി വിശ്രുതഃ പ്രാപ്തശ്ചാണ്ഡാളതാം ശാപാത് ഗുരോഃ കൗശികതേജസാ സശരീരോ ഗതസ്വർഗം അദ്യാപി വിദൃശ്യത്തെ പാതിതോ വാക്ശിരാ ദേവൈഃ തേനൈവ സ്തംഭിതോ ബലാത്. തസ്യ സത്യവ്രതഃ പുത്രഃ ത്രിശങ്കുരിതി വിശ്രുതഃ പ്രാപ്തശ്ചാണ്ഡാളതാം ശാപാത് ഗുരോഃ കൗശികതേജസാം സശരീരോ ഗതസ്വർഗം അദ്യാപി വിദൃശ്യത്തെ പാതിതോ വാക്ശിരാ ദേവൈഃ തേനൈവ സ്തംഭിതോ ബലാത്. തസ്യ സത്യവ്രതഃ പുത്രഃ. തസ്യ മീൻസ് ലാസ്റ്റ് പറഞ്ഞ ത്രിബന്ധനഃ. ത്രിബന്ധനസ്യ പുത്രഃ സത്യവ്രതഃ. ത്രിബന്ധനന്റെ പുത്രനായിട്ട് സത്യവ്രതൻ എന്നൊരു ബാലനുണ്ടായി, ക്ഷത്രിയനുണ്ടായി. അവൻ ത്രിശങ്കുഹു ഇതി വിശ്രുതഃ. അവന്റെ വിശ്രുതി, അവന്റെ പേര് പ്രശസ്തമായത് ത്രിശങ്കു എന്ന പേരിലാണ്. അപ്പൊ സത്യവ്രതൻ തന്നെയാണ് ത്രിശങ്കു എന്ന് കീർത്തിക്കപ്പെടുന്നവൻ. നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. ത്രിശങ്കു സ്വർഗം എന്ന് പ്രയോഗിക്കുന്നത് വളരെ ധാരാളമായിട്ട് പ്രയോഗിക്കുന്ന ഒരു ഉപമയാണ്. എന്തിനാ? അങ്ങടും ഇല്ല അങ്ങടും ഇല്ല, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തിട്ട് എത്തിയതും ഇല്ല എന്ന് പറയും അല്ലേ. അച്ഛന്റെ ഗൃഹമാണ് ഇല്ലം, അവിടുന്ന് ഇറങ്ങി. അമ്മയുടെ ഇല്ലമാണ് അമ്മാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അച്ഛന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഇല്ലത്തേക്ക് പോയതാണ്.
എവിടെയോ വഴിയിൽ കുടുങ്ങിപ്പോയി എന്തോ കാരണം കൊണ്ട്, രാത്രിയായിട്ടോ വഴി തെറ്റിയിട്ടോ മഴ കൊണ്ടോ പല കാരണങ്ങളെ കൊണ്ട് വഴിയിൽ തടഞ്ഞു പോകുന്നതിന് ഉദാഹരണം പറയുന്നതാണ്. ഇല്ലത്തു നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ അത്തിട്ട് എത്തിയതുമില്ല. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം പുരാണത്തിലുള്ളത് ത്രിശങ്കുവിന്റെ സ്വർഗം. അപ്പൊ അങ്ങനെ പ്രശസ്തമാണ് ത്രിശങ്കു സ്വർഗം. നടുവിൽ പെടുക, അങ്ങടുമില്ല അങ്ങടും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അതാണ് ഇവിടെ ത്രിശങ്കു വിശ്രുതനാണ്. നമുക്ക് ആളുടെ കഥയോ മറ്റു വിവരങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും ഈ ത്രിശങ്കു സ്വർഗം എന്നുള്ളത് പ്രശസ്തമാണ്. അപ്പൊ ത്രിശങ്കുരിതി വിശ്രുത, അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ത്രിശങ്കു സ്വർഗത്തെ പ്രാപിച്ചത് എന്നുള്ള കഥയാണ് ഇതാ ചുരുക്കി പറയുന്നത്. പ്രാപ്ത ചാണ്ടാളതാം ശാപാത് ഗുരോഹോ, ഗുരോഹോ ശാപാത് ചാണ്ടാളതാം പ്രാപ്ത. ഗുരുവിന്റെ ശാപം കൊണ്ട് ചണ്ടാളാവസ്ഥയെ പ്രാപിച്ചു. നമ്മള് വാൽമീകി രാമായണത്തില് ബാലകാണ്ഡത്തില് വിശ്വാമിത്ര ചരിതം പറയുന്നതായിട്ടുള്ള സമയത്ത് ഈ ചരിതമൊക്കെ കഴിഞ്ഞ കൊല്ലം നമ്മൾ രാമായണ മാസകാലത്ത് വർണ്ണിച്ചതാണ്. എന്തോ ഗുരുവിനെ ധിക്കരിച്ചു, വസിഷ്ഠനെ ധിക്കരിച്ചതിന്റെ ഫലമായിട്ട് ഇദ്ദേഹം ആവശ്യപ്പെട്ട യജ്ഞം വസിഷ്ഠൻ ചെയ്തു കൊടുത്തില്ല, വസിഷ്ഠന്റെ മക്കളും ചെയ്തു കൊടുത്തില്ല. അപ്പോ ഇദ്ദേഹം വേറെ ആരെയെ കൊണ്ടോ ചെയ്യിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് വസിഷ്ഠനാൽ ശപിക്കപ്പെട്ട് ചണ്ടാളതയെ പ്രാപിച്ചു. അതാണ് ഇവിടെ പ്രാപ്ത ചാണ്ടാളതാം ശാപാത്. ഗുരുവായ അതാണ് ഗുരോഹോ, ഗുരോഹോ ശാപാത്, ഗുരോഹോ വസിഷ്ഠസ്യ ശാപാത് ചാണ്ടാളതാം പ്രാപ്ത. ചണ്ടാളാവസ്ഥയെ പ്രാപിച്ചു. അവന്റെ ക്ഷത്രിയത്വം നഷ്ടപ്പെട്ട് ചണ്ടാളാവസ്ഥയെ പ്രാപിച്ചു. വളരെ വിരൂപനായിട്ട് തീർന്നു എന്നൊക്കെ ആ രാമായണത്തിൽ പറയുന്നുണ്ട്. പിന്നീട് എന്തുണ്ടായി? കൗശിക തേജസ സശരീരോഗത സ്വർഗം. അവിടെ അന്വയിക്കേണ്ടത് കൗശിക തേജസ സശരീരോഗത സ്വർഗം. അതുകൊണ്ടാണ് അത് ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിക്കുന്നത്. കൗശിക തേജസ് കൊണ്ട് എന്ന് വെച്ചാൽ വിശ്വാമിത്രനാണ് കൗശികൻ, കുശികന്റെ പുത്രൻ കൗശികൻ. വിശ്വാമിത്രന്റെ അച്ഛന്റെ പേര് കുശികൻ എന്നാണ്. അപ്പോ കൗശികന്റെ തേജസ് കൊണ്ട്, പ്രഭാവം കൊണ്ട്, തപശക്തി കൊണ്ട് സശരീരോ ഗതഃ സ്വർഗം. സ്വർഗം ഗതഃ എങ്ങനെ? സശരീര, ഈ ചണ്ടാള ശരീരത്തോടുകൂടെയാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്നത്. വിശ്വാമിത്രനാൽ വല്ല റോക്കറ്റ് വിക്ഷേപം ചെയ്യുന്നത് പോലെ, ISRO ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ആ ശരീരത്തോടെ, ചണ്ടാള ശരീരത്തോടെ പറഞ്ഞയക്കും. അദ്യാപിദിവി ദൃശ്യത്തെ എന്ന് സൂചിപ്പിക്കണേ, ഇപ്പോഴും ആകാശത്തിൽ അന്തരീക്ഷത്തിൽ കാണാം എന്ന്. ഈ ത്രിശങ്കു സ്വർഗത്തെ നമുക്ക് ഇപ്പോഴും കാണാമെന്നുള്ള മട്ടിലാണ് ഇവിടെ പറയുന്നത്. അദ്യാപിദിവി ദൃശ്യത്തെ. എന്നിട്ടോ സ്വർഗത്തിലേക്ക് അയച്ച ത്രിശങ്കുവിനെ എന്ത് ചെയ്തു? പാതിതോ അവാക്ഷിരാ ദേവൈഹി, ദേവൈഹി അവാക്ഷിരാ പാതിത. ദേവന്മാരാൽ അവാക്ഷിര എന്ന് പറഞ്ഞാൽ, അവാക്ഷിരസ് എന്ന് പറഞ്ഞാൽ തലകീഴായിട്ട്, ശിരസ് അവാക്, ഊർധ്വം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാണ് അവാങ്. അപ്പൊ ഊർധ്വശിരസായിട്ടല്ല, അവാങ് ശിരസായിട്ട്, അവാക് ശിരസായിട്ട്, തലകീഴായിട്ട്, പാതിത പതിപ്പിക്കപ്പെട്ടു, തള്ളിവിട്ടു ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന്. നിനക്കിവിടെ സ്ഥാനമില്ല, നീ ചണ്ടാളനായിട്ടുള്ള ഒരു ദേഹത്തോടു കൂടിയിട്ടാ വന്നിരിക്കുന്നത്, നിന്നെ പോലെയുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ളതല്ല ഈ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാർ അവിടുന്ന് ഇദ്ദേഹത്തെ തലകീഴായി തള്ളിവിട്ടു. അതാണ് പാതിതോ അവാക്ഷിരാ ദേവൈഹി തേനൈവ സ്തംഭിതോ ബലാത്. ഇവിടെ തേനൈവ എന്ന് പറഞ്ഞാൽ കൗശിക തേജസ എന്നൊക്കെ അർത്ഥം തന്നെയാണ്. ആ വിശ്വാമിത്രന്റെ പ്രഭാവം കൊണ്ട് തേനയേവ, അദ്ദേഹത്താൽ തന്നെ, സ്തംഭിത ബലാത്, ബലാത് സ്തംഭിത, തലകിഴായി വീഴുന്ന ത്രിശങ്കുവിനെ അവിടെ സ്തംഭിപ്പിച്ചു നിർത്തി. അവിടെ നിൽക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തപശക്തി കൊണ്ട് ഒരു സ്വർഗം ഉണ്ടാക്കി കൊടുത്തു, ത്രിശങ്കു സ്വർഗം അവിടെ സ്ഥാപിച്ചു. അങ്ങനെ ത്രിശങ്കു ഇപ്പോഴും ത്രിശങ്കു സ്വർഗത്തിൽ കഴിയുന്നു. ഭൂമിക്കും സ്വർഗലോകത്തിനും ഇടയിലുള്ളതായിട്ടുള്ള ഒരു ലോകമാണ് ഈ പറയുന്ന എന്താ പറയുക, വിശ്വാമിത്ര തപസ്സിദ്ധി കൊണ്ട് നിർമ്മിച്ച ത്രിശങ്കു സ്വർഗം. അവിടെ ത്രിശങ്കു ഇന്നും കാണുന്നു എന്നാണ്. അദ്യാപിദിവി ദൃശ്യത്തെ, കാണാൻ കണ്ണുള്ളവർക്ക് കാണാം അല്ലേ. അങ്ങനെ ആകാശത്തിലെ ത്രിശങ്കു സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ആ ത്രിശങ്കുവിന്റെ വംശം പറയണം. ത്രൈശങ്കവോ ഹരിശ്ചന്ദ്രോ വിശ്വാമിത്ര വസിഷ്ഠയോ
യന്നിമിത്തമഭൂത് യുദ്ധം പക്ഷിണോർ ബഹുവാർഷികം. ത്രൈശങ്കവോ ഹരിശ്ചന്ദ്രോ വിശ്വാമിത്രവസിഷ്ഠയോഃ യന്നിമിത്തമഭൂത് യുദ്ധം പക്ഷിണോർ ബഹുവാർഷികം. ഇവിടെ ത്രൈശങ്കവ ഹരിശ്ചന്ദ്ര, ത്രൈശങ്കവൻ ത്രിശങ്കുവിന്റെ പുത്രൻ, അദ്ദേഹമാണ് ഹരിശ്ചന്ദ്രൻ. എന്നിട്ട് ആ ഹരിശ്ചന്ദ്രൻ നിമിത്തമായിട്ട് നിമിത്തം അഭൂത് യുദ്ധം, ഏതൊരു ഹരിശ്ചന്ദ്രൻ നിമിത്തമായിട്ട് യുദ്ധം ഭവിച്ചു. ആര് തമ്മില്? വിശ്വാമിത്ര വസിഷ്ഠയോഹോ യുദ്ധം അഭൂത്, വിശ്വാമിത്ര വസിഷ്ഠന്മാർ തമ്മിൽ യുദ്ധം ഭവിച്ചു. എങ്ങനെയായിട്ട്? പക്ഷിണോഹോ, രണ്ടുപേരും പക്ഷികളായിട്ട്. എത്ര കാലം? ബഹുവാർഷികം, വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഘോരമായിട്ടുള്ള യുദ്ധമായിരുന്നു. രണ്ട് പക്ഷികളുടെ രൂപത്തില് വിശ്വാമിത്രനും വസിഷ്ഠനും. ആർക്കു വേണ്ടി? ഈ ഹരിശ്ചന്ദ്രൻ കാരണമായിട്ട്. അപ്പൊ എന്താ സംഭവിച്ചാൽ, ഹരിശ്ചന്ദ്രന് ഒരു യാഗം, രാജസൂയ യാഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിശ്വാമിത്രനെ ഗുരുവായി സ്വീകരിച്ചു. എന്ന് വെച്ചാൽ വസിഷ്ഠൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. വസിഷ്ഠനാണ് കുലഗുരു, സൂര്യവംശജരുടെ മുഴുവൻ കുലഗുരു വസിഷ്ഠനാണ്. അപ്പൊ വസിഷ്ഠൻ പല കാര്യങ്ങളും എന്താ പറയുക നിഷേധിക്കും, അല്ലെങ്കിൽ വളരെ യോഗ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സൗകര്യം നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അദ്ദേഹത്തിന് മറ്റു പല പൗരോഹിത്യ എൻഗേജ്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റിവെക്കാൻ പറയും. അദ്ദേഹത്തിന്റെ സൗകര്യത്തിന് ചെയ്തു കൊടുക്കും കുലഗുരു. അദ്ദേഹത്തിന്റെ അവകാശമാണ് സൂര്യവംശത്തിൽ നടക്കുന്ന ഏത് കർമ്മങ്ങളും. അപ്പൊ അത് കാത്തിരിക്കാൻ നിവൃത്തിയില്ലാതെ ഹരിശ്ചന്ദ്രൻ വിശ്വാമിത്രനെ കൊണ്ട് തന്റെ യാഗം ചെയ്യിപ്പിച്ചു. അതാണ് ഒരു രാജസൂയ യാഗം ചെയ്തു എന്നാണ് മറ്റു ചില പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ കൊണ്ട് രാജസൂയ യാഗം ചെയ്യിച്ചു. ആ യാഗത്തിന് ദക്ഷിണയായിട്ട് ഹരിശ്ചന്ദ്രൻ തന്റെ എല്ലാം വിശ്വാമിത്രന് കൊടുത്തു. അങ്ങനെ വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രന്റെ കയ്യിൽ നിന്ന് സർവസ്വവും ദക്ഷിണയായിട്ട് ഗ്രഹിച്ചു. ഇത് വസിഷ്ഠന് സഹിച്ചില്ല. കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ നീ വേണമെങ്കിൽ പറയാൻ തനിക്ക് കിട്ടേണ്ടതൊക്കെ വിശ്വാമിത്രൻ അടിച്ചു മാറ്റി എന്നുള്ളത് കൊണ്ടാവാം. എന്തായാലും അവർ തമ്മിൽ കുറച്ച് കലഹമുണ്ടായി. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ളൊരു കലഹം. വിശ്വാമിത്രനെ വസിഷ്ഠൻ ശപിച്ചു ഒരു പക്ഷിയായി തീരാൻ. ആടി എന്ന പേരുള്ള ഒരു പക്ഷിയായിട്ട് തീർന്നു, വലിയൊരു പക്ഷിയായിട്ട് തീർന്നു. അതിന് ബദലായിട്ട് വിശ്വാമിത്രൻ വസിഷ്ഠനെയും ശപിച്ചു, അങ്ങ് ബഗമായിട്ട് തീരട്ടെ എന്ന്. ബഗം കൊറ്റി. അപ്പൊ ഒരു കൊറ്റിയായിട്ട് വസിഷ്ഠനും ആടിപ്പക്ഷിയായിട്ട് വിശ്വാമിത്രനും. അങ്ങനെ രണ്ടുപേരും കൂടി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം ആകാശത്ത് വെച്ചുണ്ടായി. അതാണ് വിശ്വാമിത്ര വസിഷ്ഠയോഹോ പക്ഷിണോഹോ ബഹുവാർഷികം യുദ്ധം അഭൂത്. വളരെ വർഷങ്ങൾ നീണ്ടു നിന്ന യുദ്ധം സംഭവിച്ചു. എന്നിമിത്തം മീൻസ് ഹരിശ്ചന്ദ്ര നിമിത്തം, ഹരിശ്ചന്ദ്രൻ കാരണമായിട്ട്. ഹരിശ്ചന്ദ്രനെ സഹായിച്ച വിശ്വാമിത്രനെ വസിഷ്ഠൻ ശപിച്ച് പക്ഷിയാക്കി, തിരിച്ച് പക്ഷിയാക്കി. പക്ഷികൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധമുണ്ടായി. അങ്ങനൊരു ഹരിശ്ചന്ദ്രന്റെ കഥയെ ഒന്ന് സൂചിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഹരിശ്ചന്ദ്രന് വേണ്ടി ഇവർ തമ്മിൽ പോലും ശണ്ട കൂടിയിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഹരിശ്ചന്ദ്രന്റെ കഥ വീണ്ടും പറയുകയാണ്. സോനപത്യോ വിഷണ്ണാത്മാ നാരദസ്യോപദേശതഃ വരുണം ശരണം ഖ്യാതഃ പുത്രോ മേ ജായതാം പ്രഭോ. സോനപത്യോ വിഷണ്ണാത്മാ നാരദസ്യോപദേശതഃ വരുണം ശരണം യാതഃ പുത്രോ മേ ജായതാം പ്രഭോ. സഹ അനപത്യഃ, സഹ ഹരിശ്ചന്ദ്രഃ അനപത്യഃ അഭവത്. എന്നാൽ അദ്ദേഹം അപത്യമില്ലാത്തവനായി, സന്തതിയില്ലാത്തവനായി ഭവിച്ചു. അങ്ങനെ വിഷണ്ണാത്മ, അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്ത വിഷാദമുണ്ടായി, എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് കണ്ട് നാരദസ്യ ഉപദേശതഃ വരുണം ശരണം യാതഃ. നാരദന്റെ ഉപദേശം കൊണ്ട് നാരദൻ തന്നെ പറഞ്ഞു, നീ വരുണ ഭഗവാനെ ശരണം പ്രാപിക്കുക. വരുണ ഭഗവാൻ പ്രസാദിച്ചാൽ നിനക്ക് സന്തതിയെ തരും എന്ന് പറഞ്ഞുകൊണ്ട് നാരദന്റെ ഉപദേശം ഹേതുവായി വരുണം ശരണം യാതഃ,
എന്നിട്ടോ ആ വരുണനോട് യാചിച്ചു, പുത്രോമേ ജായതാം പ്രഭോ, ഹേ പ്രഭോ, മേ പുത്ര ജായതാം, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പുത്രൻ ഉണ്ടാവണം എന്ന് വരുണനോട് ചെന്ന് പ്രാർത്ഥിച്ചു. അതിന് പകരം ഒരു വാഗ്ദാനവും കൊടുത്തു. അതാണ് അടുത്ത ശ്ലോകം. യതി വീരോ മഹാരാജ തേനൈവത്വാം യജേ ഇതി തഥേതി വരുണേനാസ്യ പുത്രോ ജാതസ്തു രോഹിതഃ. യതി വീരോ മഹാരാജ തേനൈവത്വാം യജേ ഇതി തഥേതി വരുണേനാസ്യ പുത്രോ ജാതസ്തു രോഹിതഃ. അപ്പൊ വരുണനോട് ചെന്ന് അപേക്ഷിച്ച കൂട്ടത്തിൽ ഒരു വാഗ്ദാനം കൊടുത്ത് വരുണൻ ചോദിച്ചിട്ടുണ്ടാവും, എനിക്കെന്ത് തരും ബദലായിട്ട്, അല്ലേ, എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടും? അപ്പോ ഹേ മഹാരാജ, ഇവിടെ മഹാരാജാവേ എന്നുള്ളത് വരുണനെ സംബോധന ചെയ്താണ്. വരുണൻ മഹാരാജാവാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, യതി വീരഹ മേ ജായതാം, എനിക്ക് വീരനായിട്ടുള്ളൊരു പുത്രൻ ജനിച്ചാൽ തേനൈവത്വാം യജേ, തേനയേവ അവനെ കൊണ്ട് തന്നെ ത്വാം യജേ, അങ്ങയെ ആരാധിക്കാം, അങ്ങേക്ക് യാഗമായി ബലിയായി സമർപ്പിക്കാം. അപ്പൊ എന്തിനാ ഈ പുത്രൻ ഉണ്ടാവുന്നത്? ഇപ്പൊ എനിക്ക് പുത്രൻ ഉണ്ടായാൽ ഞാൻ അങ്ങയ്ക്ക് അവനെ തന്നെ ബലിയായി പൂജയായി സമർപ്പിക്കാം എന്നാണ്. തേനൈവ ത്വാം യജേ, അവനെ കൊണ്ട് തന്നെ യജ്ഞം ചെയ്യാം എന്ന് പറഞ്ഞാൽ അവനെ തന്നെ ബലിയായി സമർപ്പിക്കാം. ഇതി ഇങ്ങനെ പറഞ്ഞപ്പോ തഥേതി വരുണേനാസ്യ പുത്രോ ജാതസ്തു രോഹിതഃ. തഥേതി വരുണേന, വരുണേന തഥ ഇതി, വരുണൻ ഓ അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. വാഗ്ദാനങ്ങൾ നടന്നു, അല്ലേ? അങ്ങനെ വരുണേന തഥാ ഇതി ഉക്തം. അസ്യ പുത്രോ ജാതഃ തു രോഹിതഃ. അസ്യ ഇവിടെ ഹരിശ്ചന്ദ്രസ്യ പുത്രഃ ജാതഃ. ഹരിശ്ചന്ദ്രന് വരുണന്റെ അനുഗ്രഹം കൊണ്ട് പുത്രനുണ്ടായി. എന്താ പേര്? രോഹിതഃ. നമ്മള് രോഹിതാക്ഷൻ എന്നുമൊക്കെ പറയും. അപ്പൊ രോഹിതൻ എന്ന പേരിലുള്ള പുത്രനുണ്ടായി ഹരിശ്ചന്ദ്രന്. ജാതസുതോ ഹ്യനേനാംഗമാം യജസ്വ ഇതി സോബ്രവീത് യഥാ പശുർനിർദശ സ്യാത് അധമേദ്യോപവേദിതി. ജാതസുതോ ഹ്യനേനാംഗമാം യജസ്വേതി സോബ്രവീത് യഥാ പശുർനിർദശ സ്യാത് അധമേദ്യോ ഭവേദിതി. ഇനി കുറച്ച് ശ്ലോകങ്ങൾ വരുണനും ഹരിശ്ചന്ദ്രനും തമ്മിലുള്ള ഒരു വിലപേശലോ വാഗ്വാദമോ ഒക്കെയാണ്, ഒരു സംവാദമാണ്. എന്താണ് സംവാദം? ഇദ്ദേഹത്തിന് കുട്ടിയുണ്ടായപ്പോ വരുണൻ വന്നു. വരുണൻ വന്നിട്ട് ഹരിശ്ചന്ദ്രനോട് പറഞ്ഞു, ജാതഃ സുത തവ സുതഃ ജാതഃ, അങ്ങേക്ക് മകൻ ഉണ്ടായിട്ടുണ്ട്. അനേന അംഗ മാം യജസ്വ ഇതി സഹ അബ്രവീത്. ഇതി ഇപ്രകാരം സഹ വരുണഃ അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അനേന അംഗ മാം യജസ്വ. ഹേ അംഗ, പൂജ്യനായിരിക്കുന്ന ഹരിശ്ചന്ദ്ര രാജാവേ, അങ്ങ് വാക്കുപാലിക്കുന്ന സത്യസന്ധനാണല്ലോ. അതുകൊണ്ട് അനേന മാം യജസ്വ, ഇവനെ കൊണ്ട് അങ്ങ് എനിക്ക് യജ്ഞം ചെയ്താലും യാഗം ചെയ്താലും ഇവനെ എനിക്ക് സമർപ്പിച്ചാലും എന്ന് വരുണൻ വന്ന് തന്റെ അവകാശം ചോദിക്കാൻ വന്നു. തനിക്ക് കിട്ടേണ്ട പ്രതിഫലം അർഹിക്കുന്നത് ചോദിക്കാനായിട്ട് വന്നു. അപ്പൊ അതിന് ഹരിശ്ചന്ദ്രൻ നീട്ടി കൊണ്ടുപോകണം. നാളെ ആവാം നമ്മട്ടില് കടം മേടിച്ചവരുടെ നമ്മൾ ചിലപ്പോഴൊക്കെ പറയേണ്ടി വരാറില്ലേ ഗതികേട് കൊണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് പുത്രവാത്സല്യം കൂടുതലായിട്ട് ആ പുത്രനോടുള്ള മമത കാരണമായിട്ട് വാക്ക് പാലിക്കുന്നില്ല. അദ്ദേഹം നീട്ടി കൊണ്ടുപോകുന്നു. അതാണ് യഥാ പശുഹു നിർദശഃ സ്യാത് അത് മേദ്യോപവേത് ഇതി. യഥാ എപ്പോഴാണോ പശുഹു, ഇവിടെ പശു എന്ന് പറഞ്ഞാൽ യാഗപ്പശുവായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ പശു എന്ന് പറഞ്ഞത് മനുഷ്യൻ തന്നെയാണ്. രോഹിതൻ എന്ന ബാലൻ, അവനെ യാഗപ്പശുവായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അപ്പോ ജനിച്ച ഉടനെ സമർപ്പിക്കാൻ പറ്റില്ല, 10 ദിവസം കഴിയണം. നിർദശഃ യഥാ സ്യാത്, 10 ദിവസം കഴിഞ്ഞതിനാണ് നിർദശൻ എന്ന് പറയാം. അപ്പൊ നിർദശനായിട്ട് എപ്പോഴാണോ ഭവിക്കുന്നത് തഥാ മേദ്യഃ ഭവേത്, അപ്പോഴേ മേദ്യനായി ഭവിക്കുള്ളൂ, പൂജയ്ക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 10 ദിവസം കഴിയട്ടെ, അല്ലെ? 10 ദിവസം എന്താ പുല വാലായ്മ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അശുചിയുണ്ട്. ഈ യാഗത്തിന് സമർപ്പിക്കാനുള്ള ദ്രവ്യം ശുദ്ധമായിരിക്കണം. അപ്പൊ ഇതിന് ശുദ്ധിയില്ല. അതുകൊണ്ട് മേദ്യമായി ഭവിക്കണമെങ്കിൽ, ശുദ്ധമായി ഭവിക്കണമെങ്കിൽ
10 ദിവസം കഴിയണം, അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞു വരൂ എന്ന മട്ടില് വരുണനെ നിരാശപ്പെടുത്തി മടക്കി അയച്ചു. അതാണ് യഥാ പശുഹു നിർദ്ദശഃ സ്യാത് അധമേദ്യോ ഭവേത് ഇതി. നിർദ്ദശേ ച സ ആഗത്യ യജസ്വ ഇത്യാഹ സോബ്രവീത് ദന്താഹ പശോർയജ്ജായേരൻ അധമേദ്യോ ഭവേത് ഇതി. നിർദ്ദശേ ച സ ആഗത്യ യജസ്വ ഇത്യാഹ സോബ്രവീത് ദന്താ പശോർയജ്ജായേരൻ അധമേദ്യോ ഭവേത് ഇതി. അപ്പൊ നിർദ്ദശേ 10 ദിവസം കഴിഞ്ഞപ്പോൾ, 10 ദിവസം നിർഗതമായപ്പോൾ, സഹ ആഗത്യ സഹ വരുണഃ ആഗത്യ യജസ്വ ഇതിയാഹ, ഇപ്പൊ യാഗം ചെയ്യൂ, ഇപ്പൊ എനിക്ക് സമർപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ സഹ അബ്രവീത്, ആറ് ഹരിശ്ചന്ദ്ര അബ്രവീത്. എന്താ അബ്രവീത്? ദന്താഹ പശോഹോ യജ്ജായേരൻ ആദമേദ്യോ ഭവേത് ഇതി. എപ്പോഴാണോ പശോഹോ ദന്താഹ ജായേരൻ, ഈ യാഗപശുവിന് പല്ലുകൾ മുളച്ചു വരുന്നത്, അധമേദ്യോപവേത്, അപ്പോഴേ ഇത് യാഗയോഗ്യമായി തീരുള്ളൂ, പൂജാർഹമായി തീരുള്ളൂ, സമർപ്പിക്കാൻ, ബലിയായി സമർപ്പിക്കാനുള്ള യോഗ്യത പല്ല് മുളയ്ക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. പല്ല് മുളയ്ക്കാത്ത പശുക്കളെ സമർപ്പിക്കാൻ പാടില്ല. ന്യായം പറഞ്ഞു. ന്യായമാണ് എന്ന് തോന്നി ആർക്ക്? വരുണനും. അദ്ദേഹം മടങ്ങിപ്പോയി. ഓ, കുട്ടിക്ക് പല്ല് മുളയ്ക്കട്ടെ, എന്നിട്ട് പോയി ചോദിക്കാം എന്ന് വിചാരിച്ചു. അതാണ് ദന്താഹ പശോഹോ യജ്ജായേരൻ അധമേദ്യോ ഭവേദിതി. പല്ല് മുളച്ചു. വരുണൻ വന്നു വീണ്ടും. ജാതാദന്താ യജസ്വേദി സപ്രത്യാഹാദസോബ്രവീത് യഥാ പദന്ത്യസ്യ ദന്താഹ അധമേദ്യോ ഭവേദിതി. ജാതാദന്താ യജസ്വേദി സപ്രത്യാഹാദസോബ്രവീത് യഥാ പദന്ത്യസ്യ ദന്താഹ അധമേദ്യോ ഭവേദിതി. വരുണൻ വീണ്ടും വന്നു പല്ല് മുളച്ചപ്പോ. എന്നിട്ട് പറയണു, ജാതാ ദന്താ, ദന്താഹ ജാതാഹ, പല്ലുകൾ മുളച്ചിരിക്കണു, യജസ്വ ഇതി സഹ പ്രത്യാഹ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ മറുപടി പറഞ്ഞു, എതിർത്ത് പറഞ്ഞു, അല്ലെങ്കിൽ വിപരീതമായി സഹ അബ്രവീത്. എന്താ പറഞ്ഞത്? യഥാ പതന്തി അസ്യ ദന്താഹ അധമേദ്യോ ഭവേത്. അസ്യ ദന്താഹ യഥാ പതേത്. ആദ്യമുണ്ടായി വന്ന ഈ അരിപ്പല്ലുകൾ, അല്ലെ, പാൽപ്പല്ലുകൾ എന്നൊക്കെ പറയും നമ്മള്, ആ പല്ലുകള് യഥാ പതന്തി, എപ്പോൾ പതിക്കുന്നുവോ അപ്പോൾ മാത്രമേ അവൻ മേദ്യനായി ഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ള പല്ലുകൾ കൊഴിഞ്ഞു പോണം. ആദ്യത്തെ പല്ലുകള്, കൊച്ചരി പല്ലുകള്, പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയാൽ മാത്രമേ അവനെ ശുദ്ധനാവുകയുള്ളൂ എന്ന് അധമേദ്യോപവേത് ഇതി സഹാബ്രവീത് അവൻ പറഞ്ഞു. ഹരിശ്ചന്ദ്രൻ വീണ്ടും വരുണനെ മടക്കി അയച്ചു. വീണ്ടും ആദ്യത്തെ പല്ലുകളൊക്കെ വീണുപോയി. അപ്പോ ദാ വരുണൻ വീണ്ടും വന്നു പറയണു, പശോർനിപതിതാദന്താഹ യജസ്വ ഇത്യാഹ സോബ്രവീത് യഥാ പശോ പുനർദന്താഹ ജായന്തേ അത പശുശുചിഃ. പശോർനിപതിതാദന്താഹ യജസ്വേത്യാഹി സോബ്രവീത് യഥാ പശോഃ പുനർദന്താഹ ജായന്തേത പശുശുചിഃ. പശോഹോ നിപതിതാ ദന്താഹ, പശുവിന്റെ, ആ യാഗപശുവായിട്ടുള്ള ഈ ബാലന്റെ, രോഹിതന്റെ പല്ലുകളെല്ലാം പോയി, കൊഴിഞ്ഞു. യജസ്വ, ഇനി എനിക്ക് യാഗം ചെയ്യൂ. ഇത്യാഹ സഹ എന്ന് വരുണൻ വന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അബ്രവീത്, വരുണൻ പറഞ്ഞു, യഥാ പശോഹോ ദന്താഹ പുനഃ ജായന്തേ. എപ്പോഴാണോ പശുവിന്റെ പല്ലുകൾ 2ാം പ്രാവശ്യം വരുന്നത്, അല്ലെ, പല്ലുകൾ 2ാം പ്രാവശ്യം വരുമ്പോഴാണ് ഒരാള് എന്താ പറയുക, ദ്വിജൻ ആവുന്നത്. ദ്വിജത്തോട് കൂടിയത് പല്ല് 2ാം പ്രാവശ്യം ജനിക്കുന്നത് ദ്വിജശബ്ദമാണ്, 2ാമത് ജനിച്ച പല്ല്. അതുകൊണ്ട് പല്ലിന് ദ്വിജപങ്ക്തി. അപ്പൊ എന്തായാലും എപ്പോഴാണോ ഈ യാഗപശുവായ രോഹിതന് വീണ്ടും പല്ലുകൾ മുളയ്ക്കുന്നത്, അപ്പൊ ഞാൻ ചെയ്തോളാം. അപ്പോഴേ അത പശുഹു ശുചിഹി ഭവേത്, അപ്പോഴേ പശു, ഈ യാഗപശു ശുചിയായിട്ട്, മേദ്യമായിട്ട് ഭവിക്കുകയുള്ളൂ. ഇപ്പൊ സമർപ്പിക്കാൻ പാടുള്ളതല്ല, ഇപ്പൊ പക്വമായിട്ടില്ല. അപ്പൊ അതാ വീണ്ടും പല്ലുകൾ മുളച്ചു. വരുണൻ വീണ്ടും വന്നു. പുനർജാതായജസ്വേദി സപ്രത്യാഹാദ സ്വബ്രവീത് സാന്നാഹികോ യഥാ രാജൻ രാജന്യോദ പശുശുചിഃ.
പുനർജാതായജസ്വേതി സപ്രത്യാഹാദസോബ്രവീത് സാന്നാഹികോ യഥാ രാജൻ രാജന്യോത പശുശുചി. അപ്പോ വരുണൻ വീണ്ടും വന്നു. പുനർജാത, വീണ്ടും പല്ല് വന്നിരിക്കുന്നു. യജസ്വ, എനിക്ക് നൽകൂ, എനിക്ക് ബലി നൽകൂ. ഇതി, ഇങ്ങനെ അദ്ദേഹം വന്ന് വീണ്ടും പറഞ്ഞു. സപ്രത്യാഹ, ആ വരുണൻ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അതഹ, അപ്പോഴും സഹ അബ്രവീത്, ഇവൻ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു. സാന്നാഹികോ യഥാ രാജൻ രാജന്യോ അത പശുഹു ശുചിഹി. ഹേ രാജൻ, അല്ലയോ വരുണ മഹാരാജാവേ, യഥാ എപ്പോഴാണോ രാജന്യ ഒരു ക്ഷത്രിയ കുമാരൻ സാന്നാഹിക ഭവേത്. സാന്നാഹികൻ എന്ന് പറഞ്ഞാൽ സന്നദ്ധൻ ആവുക, സന്നാഹത്തോടു കൂടിയവനാവുക. അവിടെ നദ്ധരാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചട്ടയണിയുക എന്നാണ്. അതിന്റെ പര്യായ ശബ്ദം തന്നെയാണ് സന്നാഹം ചെയ്തവൻ. സന്നാഹിക, സന്നദ്ധ. അപ്പൊ പടച്ചട്ടയണിഞ്ഞ് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയാവുമ്പോഴേ ഒരു ക്ഷത്രിയ ബാലൻ, രാജന്യൻ, ശുചിയായ പശുവാവുന്നുള്ളൂ, മേധ്യനായ പശുവാവുന്നുള്ളൂ. ഇപ്പൊ അവൻ വെറും കുമാരൻ ബാലനാണ്. ഇവനെ ഇപ്പോ ഹനിക്കാൻ, ഇവനെ ബലി കൊടുക്കാറായിട്ടില്ല. അവൻ പടച്ചട്ട കെട്ടി യുദ്ധം ചെയ്യാറാവട്ടെ, എന്നിട്ട് അവനെ നൽകാം എന്ന് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെയും ഭാരതത്തിലെയും പല കോടതികളിലും കേസുകൾ ഇങ്ങനെ നീട്ടി നീട്ടി വെക്കും പോലെ അല്ലേ. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും. ഇതിപ്പോ ഇന്നും നലിയും തുടങ്ങിയതല്ല. സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ പോലും മമത കൊണ്ട്, തന്റെ പുത്രനോടുള്ള അമിത വാത്സല്യം കൊണ്ട് തന്റെ വാക്ക് പാലിക്കാതെ ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്നു. അപ്പൊ എപ്പോഴാണോ ഇവൻ കവചം അണിയാൻ തയ്യാറാവുന്നത്, സാന്നാഹികനായി ഭവിക്കുന്നത്, തഥാ പശുഹു ശുചിഹി ഭവേത്, അപ്പോൾ ഈ പശു, യാഗപ്പശു ശുചിയായി ഭവിക്കും. ഇതി പുത്രാനുരാഗേണ സ്നേഹയന്ത്രിത ചേതസ കാലം വഞ്ചയതാ തം തം ഉക്തോ ദേവസ്തമൈക്ഷത. ഇതി പുത്രാനുരാഗേണ സ്നേഹയന്ത്രിത ചേതസ കാലം വഞ്ചയതാ തം തം ഉക്തോ ദേവസ്തം ഐക്ഷത. ഇതി, ഇപ്രകാരം പുത്രാനുരാഗേണ സ്നേഹയന്ത്രിത ചേതസ, പുത്രനോടുള്ള അനുരാഗം കൊണ്ട്, മമത കൊണ്ട്, ആസക്തി കൊണ്ട്, പുത്രേഷണ കൊണ്ട്, സ്നേഹയന്ത്രിത ചേതസ, സ്നേഹത്താൽ യന്ത്രിക്കപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട, ബദ്ധമായ മനസ്സോടുകൂടിയവനായിട്ട്, സ്നേഹപാശത്താൽ ബദ്ധനായിട്ടുള്ള ആ ഹരിശ്ചന്ദ്രൻ തം തം കാലം വഞ്ചയതാ രാജ്ഞ ഇതി ഉക്തഃ. തം തം കാലം, അതാത് കാലമാകുമ്പോൾ ആ രാജാവിനെ വഞ്ചിച്ചുകൊണ്ടേയിരുന്നു. വരുണൻ എന്ന രാജാവിനെ, അല്ലെങ്കിൽ വഞ്ചിക്കുന്ന ഹരിശ്ചന്ദ്ര രാജാവിനാൽ ഇതി ദേവഃ ഉക്തഃ, ഇപ്രകാരം ആ വരുണദേവൻ പറയപ്പെട്ടു. അപ്പൊ രാജാവ്, വഞ്ചിക്കുന്നവനായ രാജാവിനാൽ വരുണദേവൻ ഇപ്രകാരം ആവർത്തിച്ച് ഓരോ തവണയും വരുമ്പോൾ ഓരോ ന്യായം പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോയി മകനെ കൊടുത്തില്ല. അങ്ങനെ തം ഐക്ഷത. എന്നാൽ വരുണനോ ഓരോ കാലം പറയുമ്പോഴും അതിനെ ഈക്ഷിച്ചുകൊണ്ടിരുന്നു. ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ശരി, അങ്ങനെ ആവട്ടെ, പറയുന്നത് ന്യായമാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് തനിക്കുള്ള സമയമായിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല, പക്വമാവട്ടെ എന്ന് ഓരോ കാലത്തിലും കാത്തിരുന്നു വരുണൻ. അദ്ദേഹം മര്യാദക്കാരനായിട്ട്, നമ്മുടെ ബ്ലേഡ് കമ്പനിക്കാരെ പോലെ കഴുത്തിന് പിടിച്ചൊന്നുമില്ല, ക്ഷമയോടുകൂടെ ഓരോ പ്രാവശ്യവും മടങ്ങിപ്പോയി. ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഇത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ മകൻ അറിഞ്ഞു, ആരാ, രോഹിതൻ, തന്നെ എപ്പോഴായാലും സത്യസന്ധനായിട്ടുള്ള രാജാവ് ആണ് തന്റെ അച്ഛൻ, എന്നെങ്കിലും കൊടുത്തേ പറ്റൂ, അപ്പൊ താൻ ബലിയായി തീരും എന്ന് മകൻ മനസ്സിലാക്കി. അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ്. അതാണ് രോഹിതസ്തദഭിജ്ഞായ പിതുഃ കർമ്മ ചികീർഷിതം പ്രാണപ്രേപ്സുഃ ധനുഷ്പാണിഃ അരണ്യം പ്രത്യപദ്യത. രോഹിതസ്തദഭിജ്ഞായ പിതുഃ കർമ്മ ചികീർഷിതം പ്രാണപ്രേപ്സുർധനുഷ്പാണിഃ അരണ്യം പ്രത്യപദ്യത.
രോഹിത തദ അഭിജ്ഞായ പിതുഹു കർമ്മ ചികീർഷിതം. രോഹിത ഹരിശ്ചന്ദ്രസ്യ തനയഃ രോഹിത പിതുഹു ചികീർഷിതം കർമ്മ അഭിജ്ഞായ. തന്റെ പിതാവിനാൽ ഇച്ഛിക്കപ്പെടുന്നതായിട്ടുള്ള കർമ്മത്തെക്കുറിച്ച് മനസ്സിലായിട്ട് തന്റെ പിതാവ് തന്നെ ബലി കൊടുക്കാനായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തന്റെ ആയുസിന്റെ ബലം കൊണ്ട് ഇത്രയും നീട്ടി നീട്ടി പോയതാണ്. എപ്പോഴായാലും തനിക്ക് നാശം വന്നു ചേരും, തന്നെ ബലി കൊടുക്കും എന്ന് മനസ്സിലാക്കി പ്രാണപ്രേപ്സുഹു എന്ന് പറഞ്ഞാൽ പ്രാണനെ രക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ട്, പ്രാണരക്ഷ ഇച്ഛിക്കുന്നവനായിട്ട് പ്രാണപ്രേപ്സു ധനുഷ്പാണി അരണ്യം പ്രത്യപദ്യത. ധനുസിനെ കയ്യിൽ ധരിച്ചുകൊണ്ട് വില്ലാളിയായിക്കൊണ്ട് കാട്ടിലേക്ക് പോയി ഒരു രാജകുമാരനായിട്ട് അരണ്യം പ്രത്യപദ്യത, അരണ്യത്തിലേക്ക് പ്രതിപദിച്ചു. അരണ്യം പ്രതി, അരണ്യത്തിലേക്ക് നോക്കി സഞ്ചാരം ചെയ്തു. അരണ്യത്തെ ലക്ഷ്യമാക്കി നാടുവിട്ടു. രാത്രിക്ക് രാത്രി ആരോടും പറയാതെ കയ്യിലൊരു വില്ല് മാത്രം എടുത്തുകൊണ്ട് ആള് സ്ഥലം വിട്ടു. പിതരം വരുണഗ്രസ്തം ശ്രുത്വാ ജാതമഹോദരം രോഹിതോ ഗ്രാമമേയായ തം ഇന്ദ്രഃ പ്രത്യഷേദത. പിതരം വരുണഗ്രസ്തം ശ്രുത്വാ ജാതമഹോദരം രോഹിതോ ഗ്രാമമേയായ തമിന്ദ്രഃ പ്രത്യഷേദത. ഇങ്ങനെ വരുണൻ വഞ്ചിക്കപ്പെട്ടു എന്ന് വരുണൻ മനസ്സിലായി. ആ വരുണന്റെ താപം അഥവാ ശാപം കൊണ്ട് ഈ രാജാവിന് ഹരിശ്ചന്ദ്രന് മഹോദരം എന്ന ഒരു അസുഖം പിടിപെട്ടു, മാറാരോഗം. അതാണ് പിതരം വരുണഗ്രസ്തം ശ്രുത്വ ജാതമഹോദരം. തന്റെ പിതാവിനെ ജാതമഹോദരം, മഹോദരം ജാതനായിട്ട്, എന്ത് കാരണമായിട്ട്? വരുണഗ്രസ്തം, വരുണനാൽ ഗ്രസിക്കപ്പെട്ടിട്ട്. വരുണൻ ജലത്തിന്റെ അതിദേവതയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോപം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തില് മഹോദരം എന്നുള്ളതായിട്ടുള്ള വ്യാധി വന്ന് പിടികൂടി. അങ്ങനെ വലിയ വയറ് വീർത്ത് ശ്വാസം മുട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ അച്ഛന്റെ എന്താ പറയുക, നെടുവീർപ്പിടാൻ പോലും നിവൃത്തിയില്ലാതെ എന്തെല്ലാം ചികിത്സ ചെയ്തിട്ടും മാറാതെ ഈ മഹോദരം സഹിച്ചുകൊണ്ട് കാലങ്ങൾ കഴിച്ചു കൂട്ടുന്ന അച്ഛനെ കുറിച്ച് ശ്രുത്വ, എങ്ങനെയോ വനത്തിൽ വെച്ച് രോഹിതൻ കേട്ടു. അങ്ങനെ ഗ്രാമം ഈ ആയ, ഗ്രാമത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പുറപ്പെട്ടു. ഈ ആയ എന്ന് പറഞ്ഞാൽ യാത്രയായി പുറപ്പെട്ടു. പക്ഷേ തം ഇന്ദ്രഃ പ്രത്യഷേധത, അവനെ രോഹിതനെ ഇന്ദ്രൻ പ്രതിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അത് പോകരുത്, നിനക്ക് ആപത്തുണ്ടാവും, നിന്റെ ആയുസ്സിന് ഹാനിയുണ്ടാകും, മരണം നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഈ രോഹിതനെ തടഞ്ഞു, പോകാൻ സമ്മതിച്ചില്ല. അപ്പോ അച്ഛനെ രക്ഷിക്കാൻ, അച്ഛന്റെ മഹോദരത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വയം ബലി കൊടുക്കാൻ തയ്യാറായിട്ട് രോഹിതൻ മടങ്ങിപ്പോകാൻ തയ്യാറായി. പക്ഷെ ഇന്ദ്രനാൽ പ്രതിഷേധിക്കപ്പെട്ടു, അങ്ങനെ പോയില്ല. എന്നിട്ടോ ഭൂമേഹേ പര്യടനം പുണ്യം തീർത്ഥക്ഷേത്ര നിഷേവണൈഃ രോഹിതായാദിശക്രഃ സോപ്യരണ്യവസത്സമാം. ഭൂമേഹേ പര്യടനം പുണ്യം തീർത്ഥക്ഷേത്ര നിഷേവണൈഃ രോഹിതായാദിശക്രഃ സോപ്യരണ്യേ അവസത്സമാം. രോഹിതായ ആദിശത് ശക്രഃ ഇന്ദ്രഃ. രോഹിതായ ആദിശത്, രോഹിതനോട് ആദേശം ചെയ്തു, ഉപദേശം ചെയ്തു. എന്താണ്? ഭൂമേഹേ പര്യടനം പുണ്യം തീർത്ഥക്ഷേത്ര നിഷേവണൈഃ. തീർത്ഥക്ഷേത്രങ്ങളെ സേവിച്ചുകൊണ്ട്, തീർത്ഥക്ഷേത്ര നിഷേവണം നിതരാം സേവനം, നല്ലതുപോലെ തീർത്ഥക്ഷേത്രങ്ങളെ സേവിച്ചുകൊണ്ട് ഭജിച്ചുകൊണ്ട് ഭൂമേഹേ പര്യടനം പുണ്യം, ഭൂമിയിലുള്ള പര്യടനം പുണ്യമാകുന്നു. അങ്ങ് ചെയ്യുന്ന ഈ പുണ്യകർമ്മം കൊണ്ട് അച്ഛന്റെ രോഗശാന്തി ഉണ്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ട് ശക്രഃ രോഹിതായ ആദിശത്, രോഹിതനായിക്കൊണ്ട് ഈ ഉപദേശം ചെയ്തു. സോപി, എന്നാൽ അവനും അരണ്യ അവസത് സമാം, അരണ്യ ആ വനത്തിൽ തന്നെ വസിച്ചു. സമാം എന്ന് പറഞ്ഞാൽ അനേക സംവത്സരങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷത്തെ. സമാം എന്ന് പറഞ്ഞാൽ ഏകസമ, ഒരു വർഷം വീണ്ടും രോഹിതൻ വനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി.
എന്നിട്ടോ ഏവം ദ്വിതീയേ തൃതീയേ ചതുർത്ഥേ പഞ്ചമേ തദ് അഭ്യേത്യസ്തവിരോ വിപ്രോ ഭൂത്വാഹ വൃത്രഃ ഷഷ്ടം സംവത്സരം തത്ര ചരിത്വാ രോഹിതഃ പുരീം ഉപവ്രജൻ അജീകർത്താത് അക്രീണാത് മധ്യമം സുതം ശുനശേഭം പശും പിത്രേ പ്രദായ സമവന്ദത തതഃ പുരുഷമേധേന ഹരിശ്ചന്ദ്രോ മഹായശാഃ മുക്തോദരോ യജദ്ദേവാൻ വരുണാദീൻ മഹത്കഥഃ ഏവം ദ്വിതീയേ തൃതീയേ ചതുർത്ഥേ പഞ്ചമേ തദ് അഭ്യേത്യസ്തവിരോ വിപ്രോ ഭൂത്വാഹ വൃത്രഃ. ഏവം ഇപ്രകാരം ഒരു സംവത്സരം കഴിഞ്ഞ് അടുത്ത സംവത്സരത്തിൽ പുറപ്പെട്ടപ്പോൾ ദ്വിതീയേ സംവത്സരെ ഇവൻ വീണ്ടും നാട്ടിലേക്ക് പുറപ്പെട്ടു. ഒരു വർഷം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് തീർത്ഥാടനം കഴിഞ്ഞു എന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ നേരത്ത് അപ്പോഴും തൃതീയേ മൂന്നാം വർഷത്തിലും ചതുർത്ഥേ നാലാം വർഷത്തിലും പഞ്ചമേ തഥ അഞ്ചാമത്തെ വർഷത്തിലും അപ്രകാരം വൃത്രഃ ആരാ വൃത്രഃ വൃത്രനെ ഹനിച്ചവൻ വൃത്രാസുരനെ വധിച്ചവൻ ഇന്ദ്രൻ. ആ ഇന്ദ്രൻ സ്ഥവിരഃ വിപ്രഃ ഭൂത്വ സ്ഥവിരൻ എന്ന് പറഞ്ഞാല് വൃദ്ധൻ എന്നർത്ഥം. അപ്പൊ ഒരു വൃദ്ധനായ വിപ്രനായി ഭവിച്ചിട്ട് ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് ആഹ അഭ്യേത്യ ആഹ വന്ന് ഏവം ആഹ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോകരുത്, പ്രതിഷേധിച്ചുകൊണ്ട് ഭൂമേഹേ പര്യടനം പുണ്യം തീർത്ഥക്ഷേത്ര നിഷേവണൈഹി ഈ കാര്യം വീണ്ടും വീണ്ടും ഈ സ്ഥവിരനായ വിപ്രനായി അഥവാ വൃദ്ധ ബ്രാഹ്മണ രൂപത്തിൽ ഇന്ദ്രൻ തന്നെ വേഷം കെട്ടി വന്ന് ഈ കുട്ടിയെ രോഹിതനെ നാട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് അച്ഛനെ രക്ഷിക്കുന്നതിൽ നിന്ന് വന്ന് നിഷേധിച്ചുകൊണ്ടിരുന്നു. അഭ്യേത്യ സ്ഥവിരഃ വിപ്രഃ ഭൂത്വ ആഹ വൃത്രഹാവായ വൃത്രഹന്താവായ ഇന്ദ്രൻ ഇപ്രകാരം വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നാൽ ഷഷ്ടം സംവത്സരം തത്ര ചരിത്വാ രോഹിതഃ പുരീം ഉപവ്രജന് അജീകർത്താത് അക്രീണാത് മധ്യമം സുതം. ഷഷ്ടം സംവത്സരം തത്ര ചരിത്വ വീണ്ടും ആറാമത്തെ വർഷവും അവിടെ കഴിച്ചുകൂട്ടിയിട്ട് വനത്തിൽ സഞ്ചരിച്ച് കഴിച്ചുകൂട്ടിയിട്ട് രോഹിത ഹരിശ്ചന്ദ്രപുത്രനായ രോഹിതൻ പുരീം ഉപവ്രജന് തന്റെ പുരിയിലേക്ക് ഗമിക്കുവാൻ ആഗ്രഹിച്ചിട്ട് പ്രാപിക്കുന്നവനായിട്ട് പോകാൻ ഇച്ഛിച്ചുകൊണ്ട് അതിന്റെ വഴിക്ക് എന്തു ചെയ്തു? അജീകർത്താത് അക്രീണാത് മധ്യമം സുതം. അജീകർത്തൻ എന്നതൊരു ബ്രാഹ്മണന്റെ പേരാണ്. അപ്പോ അജീകർത്തൻ എന്നൊരു ബ്രാഹ്മണനിൽ നിന്ന് അദ്ദേഹത്തിന്റെ മധ്യമം സുതം അക്രീണാത് എന്ന് പറഞ്ഞാൽ ക്രീണനം ചെയ്തു. ക്രീണിക്കുക എന്ന് പറഞ്ഞാല് ക്രയവിക്രയം ചെയ്യുക, വില കൊടുത്ത് വാങ്ങിക്കുക. അപ്പൊ തനിക്ക് ഇത്രയും കാലം ദക്ഷിണ കിട്ടിയ സംഖ്യയെല്ലാം കൂട്ടിവെച്ചിരുന്ന ധനമെല്ലാം കൂടി ഒരു ബ്രാഹ്മണന് കൊണ്ടുപോയി കൊടുത്തു. ആ ബ്രാഹ്മണന് 3 മക്കളുണ്ട്. അതിൽ മധ്യമനാണ് ശുനശേഭം എന്ന് പറഞ്ഞുകൂടെ. ശുനശേഭൻ എന്ന് പറയുന്നതായിട്ടുള്ള പുത്രൻ. അപ്പൊ അജീകർത്തന്റെ പുത്രൻ മധ്യമപുത്രനായിട്ടുള്ള ശുനശേഭനെ വില കൊടുത്തു വാങ്ങിച്ചു. അതാണ് അക്രീണാത് മധ്യമം സുതം. അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ച് ശുനശേഭം പശും പിത്രേ പ്രാതായ സമവന്ദത തതഃ പുരുഷമേധേന ഹരിശ്ചന്ദ്രോ മഹായശാഃ മുക്തോദരോ അയജദ്ദേവാൻ വരുണാദീൻ മഹത്കഥഃ. ശുനശേഭം പശു പിത്രേ പ്രദായ സമവന്ദത. ഈ ബ്രാഹ്മണന്റെ മധ്യമപുത്രനെ വില കൊടുത്തു വാങ്ങിയ അവന്റെ പേരാണ് ശുനശേഭൻ. ആ ശുനശേഭനെ പശുവായിട്ട് യാഗപ്പശുവായിട്ട് അച്ഛ എനിക്ക് പകരം ഇതാ അങ്ങയുടെ ദത്തുപുത്രനായിട്ട് ഇവനെ സ്വീകരിച്ചിട്ട് ഇവനെ അങ്ങട് ബലി കൊടുത്തോളൂ, അവന്റെ അച്ഛന്റെ സമ്മതത്തോടുകൂടി ഇവനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് വന്നിരിക്കണം എന്ന് അജീകർത്തനിൽ നിന്ന് വാങ്ങിച്ച ശുനശേഭൻ എന്ന മധ്യമപുത്രനെ അച്ഛന് ഹരിശ്ചന്ദ്രന് രോഹിതൻ സമർപ്പിച്ചു. അച്ഛനെ നരകത്തിൽ നിന്ന് കരകയറ്റണ്ടേ ഇല്ലേ? അപ്പോഴല്ലേ പുത്രധർമ്മമാവുള്ളൂ. അച്ഛന്റെ ഉദരം മഹോദരം മാറ്റിക്കൊടുക്കണ്ടേ? അപ്പൊ ഇത് കൊടുത്തിട്ട് സമവന്ദത സമ്യക് അവന്ദത നന്നായി നമസ്കരിച്ചു അച്ഛനെ. ഇത്രയും കാലം എന്താ പറയുക,
നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആ എന്താ പറയുക, പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് അച്ഛനെ നമസ്കരിച്ചു. സമവന്തത ഉടനെ തതഃ പുരുഷമേതേന ഹരിശ്ചന്ദ്രോ മഹായശാഹ ദേവാൻ വരുണാദീൻ അയജത്. തതഃ അനന്തരം പുരുഷമേധേന, പുരുഷമേധം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബലി കൊടുക്കുന്നത് പുരുഷമേധം, അശ്വമേധം പോലെ പുരുഷമേധം, മനുഷ്യനെ ബലി കൊടുക്കുന്ന, നരബലി കൊടുക്കുന്നതായിട്ടുള്ള ആ യജ്ഞം കൊണ്ട് മഹായശസ്വിയായ ഹരിശ്ചന്ദ്രൻ ദേവാൻ വരുണാദീൻ അയജത്, വരുണാദി ദേവന്മാരെ യജിച്ചു. അയജത് എന്ന് പറഞ്ഞാൽ യജിച്ചു, യാഗം ചെയ്തു, പൂജിച്ചു, യജ്ഞം ചെയ്തു. അങ്ങനെ മുക്തോദര മഹത് കഥ, മഹത്തുക്കളിൽ കഥയോടുകൂടിയവനായ പ്രശസ്തനായ സത്യസന്ധനായ ഹരിശ്ചന്ദ്രൻ, അദ്ദേഹത്തിന് വലിയ കഥകളൊക്കെ വേറെയുണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ ഇതായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സത്യസന്ധനായിട്ടുള്ള യശസ്വിയായ ഹരിശ്ചന്ദ്രൻ ഈ കുട്ടിയെ ബലി കൊടുക്കാനായിക്കൊണ്ട് വരുണാദി ദേവന്മാരെ യജിച്ചു. എന്നിട്ട് മുക്തോദരനായി മാറി, മഹോദരം എന്ന രോഗത്തിൽ നിന്ന് മുക്തനായി മാറി എന്നർത്ഥം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇവനെ ബലി കൊടുത്തോ എന്ന് ചോദിച്ചാൽ ബലി കൊടുക്കേണ്ടി വന്നില്ല. വിശ്വാമിത്രൻ വന്ന് വരുണനെ പ്രീതിപ്പെടുത്തുന്നു. ആ കഥയാണ്. വിശ്വാമിത്രോഭവത് തസ്മിൻ ഹോതാച അധ്വര്യുരാത്മവാൻ ജമദഗ്നിരഭൂത് ബ്രഹ്മ വസിഷ്ഠോ അയാസ്യ സാമഗഃ തസ്മൈ തുഷ്ടോ ദദൗ ഇന്ദ്രഃ സാധകൗംബമയം വ്രതം ശുനശ്ശേബസ്യ മാഹാത്മ്യം ഉപരിഷ്ടാത് പ്രവക്ഷ്യത്തെ. വിശ്വാമിത്രോ അഭവത് തസ്മിൻ ഹോതാ ചാധ്വർയുരാത്മവാൻ ജമദഗ്നിരഭൂത് ബ്രഹ്മ വസിഷ്ഠോ യാസ്യ സാമഗഃ തസ്മൈ തുഷ്ടോ ദദാവിന്ദ്രഃ ശാതകൗംബമയം വ്രതം ശുനശ്ശേബസ്യ മാഹാത്മ്യം ഉപരിഷ്ടാത് പ്രവക്ഷ്യത്തെ. വിശ്വാമിത്രോ അഭവത് തസ്മിൻ, തസ്മിൻ എന്ന് പറഞ്ഞാലോ ആ പുരുഷ മേധമാവുന്ന യജ്ഞം, തസ്മിൻ യജ്ഞേ, തസ്മിൻ യാഗേ, തസ്മിൻ ക്രതൗ എന്നൊക്കെ അർത്ഥത്തിൽ തസ്മിൻ വിശ്വാമിത്ര ഹോതാ അഭവത്, വിശ്വാമിത്രൻ ഹോതാവായി ഭവിച്ചു. ചാതുർഹോത്രം എന്നാണ് യാഗങ്ങളെ പറയുക. 4 പേര് വേണം ഹോമിക്കാനായിക്കൊണ്ട്, 4 പുരോഹിതന്മാർ വേണം, 4 വേദങ്ങളുടെ പ്രതിനിധികളായിട്ട്, അല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ 4 വേദങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 4 വേദജ്ഞന്മാരായിട്ടുള്ള പുരോഹിതന്മാർക്ക് ഓരോ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നു, ഓരോ കർത്തവ്യങ്ങൾ കൊടുക്കുന്നു. അപ്പോ ഹോത, അധ്വർയു, ഉദ്ഗാത, ബ്രഹ്മൻ, ഇങ്ങനെ 4 സ്ഥാനങ്ങളാണ് ഓരോരുത്തർക്കും കൊടുക്കുക. ഹോത എന്ന് പറയുന്നത് ഋഗ്വേദ കർമ്മങ്ങൾ ചെയ്യുന്ന, ഹോമിക്കുന്ന ആളുടെ പേരാണ്. ഹോത, അധ്വർയു എന്നുള്ളത് യജുർവേദത്തിന്റെ പുരോഹിതനാണ്. ഉദ്ഗാതാവ് എന്ന് പറയുന്നത് സാമവേദത്തിന്റെ പുരോഹിതനാണ്, അതിന്റെ പ്രതീകമാണ്. ബ്രഹ്മൻ എന്ന് പറയുന്നത് അഥർവവേദത്തിന്റെ സ്ഥാനീയനാണ്. അപ്പൊ 4 പേർക്ക് 4 ഡ്യൂട്ടീസാണ്. അങ്ങനെ അതുകൊണ്ടാണ് ചാതുർഹോത്രം, 4 പേരാൽ ചെയ്യപ്പെടുന്ന ഹോമം. അപ്പൊ ഇവിടെ വിശ്വാമിത്രൻ അവിടെ ഹോതാവ് എന്നുള്ള ഋഗ്വേദത്തിന്റെ ഡ്യൂട്ടിയെ സ്വീകരിച്ചു. അതുപോലെ ആത്മവാൻ ജമദഗ്നി അധ്വർയു, ആത്മജ്ഞാനിയായ ജമദഗ്നി മഹർഷി, അദ്ദേഹം അധ്വർയുവായിട്ട് ഭവിച്ചു. ജമദഗ്നി മഹർഷി നമ്മുടെ പരശുരാമന്റെ അച്ഛൻ, അദ്ദേഹം അധ്വർയു എന്നുള്ള സ്ഥാനം ഏറ്റെടുത്തു. അതുപോലെ ബ്രഹ്മാ വസിഷ്ഠ, വസിഷ്ഠൻ ബ്രഹ്മൻ എന്ന സ്ഥാനത്തെ ഏറ്റെടുത്തു. എന്നുവെച്ചാൽ അഥർവവേദത്തിന്റെ ആചാര്യസ്ഥാനത്ത് വസിഷ്ഠനും. അയാസ്യ സാമകഃ, ഈ യാഗത്തിൽ അയാസ്യൻ സാമകനായിരുന്നു. സാമകൻ എന്നാൽ ഉദ്ഗാതാവ്, സാമം ഗാനം ചെയ്യുന്നവൻ സാമകൻ. ഉദ്ഗാതാവ് എന്ന് പറഞ്ഞാലും ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നവൻ, സാമവേദം ഘോഷിക്കുന്നവൻ ഉദ്ഗാത.
അപ്പൊ അത് അയാസ്യ സാമക, അയാസ്യൻ എന്ന മഹർഷി സാമകനായും ഭവിച്ചു. അങ്ങനെ 4 ഹോതാക്കളെ കൊണ്ട് ഈ യാഗം നടത്തിക്കുമ്പോൾ ഈ കുട്ടി ശുനശേബൻ എന്ത് ചെയ്തു? വിശ്വാമിത്രനെ ശരണം പ്രാപിച്ചു. തന്നെ ബലി കൊടുക്കരുത് എന്ന് യാഗപ്പശുവായി തന്നെ ബ്രാഹ്മണപുത്രനായുള്ള ശുനശേബനെ സമർപ്പിക്കരുത് എന്ന് ശുനശേബൻ വിശ്വാമിത്രനെ സന്തോഷിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അങ്ങനെ യാഗത്തിൽ പശു ആലംബനം എന്നുള്ള ക്രിയ ചെയ്യാതെ തന്നെ വിശ്വാമിത്രൻ വരുണാദികളെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട്, മന്ത്രശക്തി കൊണ്ട്, സിദ്ധി കൊണ്ട്. അപ്പൊ ബലി കൊടുത്തില്ല. അതാണ് തസ്മൈ തുഷ്ടോ ദദൗ ഇന്ദ്രഃ ശാതകൗംബമയം വ്രതം ശുനശേബസ്യ മാഹാത്മ്യം ഉപരിഷ്ടാത് പ്രവക്ഷ്യതേ. തസ്മൈ തുഷ്ടോ ദദൗ ഇന്ദ്രഃ ശാതകൗംബമയം വ്രതം. തസ്മൈ അവന്റെ നേരെ, ആരുടെ നേരെ? നമ്മുടെ ശുനശേബന്റെ നേർക്ക് തുഷ്ടനായിട്ടുള്ള ഇന്ദ്രൻ സന്തോഷിച്ചു ഈ ഹോമത്തില്. ദദൗ ദാനം ചെയ്തു. എന്താ? ശാതകൗംബമയം വ്രതം. ശാതകുംഭം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ശാതകൗംബമയം എന്ന് പറഞ്ഞാൽ സ്വർണമയം, ഗോൾഡൻ ചാരിയറ്റ്. ഇന്ദ്രനാൽ ഒരു ഗോൾഡൻ ചാരിയറ്റ് നൽകപ്പെട്ടു. ദദൗ. അങ്ങനെയുള്ള ശുനശേബസ്യ മാഹാത്മ്യം, ഈ ശുനശേബന്റെ മാഹാത്മ്യം ഉപരിഷ്ടാത് പ്രവക്ഷ്യത, പിന്നീട് പറയാം. ഈ നവമസ്കന്ധത്തില് അവസാന ഭാഗത്ത് എവിടെയോ ഇവന്റെ ശുനശേബന്റെ കഥയും പിന്നീട് വിശ്വാമിത്ര ചരിതമോ ജമദഗ്നി ചരിത്രമോ ഒക്കെ പറയുമ്പോൾ എവിടെയോ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് പറയാമെന്ന് പറഞ്ഞ് ഇവിടെ ഈ ശുനശേബന്റെ കഥ ഉപസംഹരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആ ബ്രാഹ്മണപുത്രനായ ശുനശേബൻ വിശ്വാമിത്രനെ ശരണം പ്രാപിച്ചു. ശുനശേബനെ യാഗത്തില് ആലംബനം ചെയ്യാതെ, ഹിംസിക്കാതെ വിശ്വാമിത്രൻ വരുണാദി ദേവന്മാരെ, ഇന്ദ്രാദികളെയൊക്കെ പ്രസാദിപ്പിച്ചു. അങ്ങനെ വിശ്വാമിത്രന്റെ മകനായി തീർന്നു ഈ ശുനശേബൻ. വിശ്വാമിത്രൻ സ്വയം തന്റെ പുത്രനെ പോലെ രക്ഷിച്ചതുകൊണ്ട് വിശ്വാമിത്രന്റെ മകനായി തീരുകയാണ്. അതാണ് വിശ്വാമിത്രന്റെ മക്കളുടെ ചരിത്രം പറയുമ്പോൾ ഭാവിയിൽ പിന്നീട് പറയാം എന്ന് പറഞ്ഞത്. വിശ്വാമിത്രന്റെ ദത്തുപുത്രനായി മാറി ശുനശേബൻ. സത്യസാരാം ധൃതിം ദൃഷ്ട്വാ സഭാര്യസ്യ ച ഭൂപതേഃ വിശ്വാമിത്രോ പ്രസംപ്രീതോ ദദൗ അവിഹതാം ഗതിം. സത്യസാരാം ധൃതിം ദൃഷ്ട്വാ സഭാര്യസ്യ ച ഭൂപതേഃ വിശ്വാമിത്രോ പ്രസംപ്രീതോ ദദൗ അവിഹതാം ഗതിം. മുമ്പേ പറഞ്ഞുവല്ലോ, ഇദ്ദേഹം രാജസൂയ യാഗം ചെയ്ത സർവസ്വവും വിശ്വാമിത്രന് ദാനം ചെയ്തു ഹരിശ്ചന്ദ്രൻ എന്ന്. എന്നിട്ട് ദരിദ്രനായി, അല്ലെ, ഒരു ശ്മശാന കാവൽക്കാരനായി പോലും അദ്ദേഹം അധപ്പതിച്ചു ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യം, പരീക്ഷണങ്ങളൊക്കെ നേരിട്ടു. അപ്പോ ആ പരീക്ഷണങ്ങളിലെല്ലാം സത്യസന്ധത തെളിയിച്ച് വിജയിച്ചു ഹരിശ്ചന്ദ്രൻ. അതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ സഭാര്യസ്യ ഭൂപതേഃ സത്യസാരാം ധൃതിം ദൃഷ്ട്വാ. സഭാര്യസ്യ, ഭാര്യാസഹിതനായ, ഒറ്റയ്ക്കൊരു സന്യാസിയല്ല ആള്, ഗൃഹസ്ഥനാണ്. ഭാര്യയോടുകൂടിയവനായിട്ടുള്ള ആ ഭൂപതിയുടെ രാജാവിന്റെ സത്യസാരം, സത്യമാകുന്ന ബലത്തോടുകൂടിയ, സത്യത്തിൽ ഉറച്ച, സത്യദൃഢമായിരിക്കുന്ന ധൃതിം, ധൈര്യത്തെ, നിശ്ചയദാർഢ്യത്തെ ദൃഷ്ട്വാ, കണ്ടിട്ട് വിശ്വാമിത്ര വൃഷം പ്രീതഃ, വിശ്വാമിത്രൻ ഈ ഹരിശ്ചന്ദ്രന്റെ നേരെ അത്യന്തം പ്രീതനായി, സന്തുഷ്ടനായി, ദദൗ അവിഹതാം ഗതി, അദ്ദേഹത്തിന് വിഹതമാവാത്ത ഗതിയെ ദാനം ചെയ്തു. ഇവിടെ വിഹതമാകാത്തത് എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടാത്തത്, ഒരു തരത്തിലും മുറിയാത്തത് എന്നൊക്കെ അർത്ഥം. എന്താണ്? ഏത് ഗതിയാണത്? യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് പറയുന്ന ആ ഒരു മോക്ഷത്തിന് വേണ്ട ജ്ഞാനം, ആത്മജ്ഞാനം തന്നെയാണ് ഇവിടെ അവിഹതമായ ഗതി. അതിനെ ദദൗ. അപ്പൊ വിശ്വാമിത്ര മഹർഷി തന്നെ ആ ഹരിശ്ചന്ദ്രന് ആത്മജ്ഞാനം ഉപദേശിച്ചു. അങ്ങനെ അദ്ദേഹം ആത്മജ്ഞാനിയായി തീർന്നു വിശ്വാമിത്രൻ എന്ന് താല്പര്യം. മനഃപൃഥിവ്യാം താമദ്ഭിഃ തേജസാപോ അനിലേന തത്
ഖേവായും ധാരയന്തച്ച ഭൂതാദൗ തം മഹാത്മനി തസ്മിൻ ജ്ഞാനകലാം ധ്യാത്വാ തയാ ജ്ഞാനം വിനിർദഹൻ ഹിത്വാ താം സ്വേന ഭാവേന നിർവാണസുഖസംവിദാ അനിർദ്ദേശ്യ പ്രതിർക്കേണ തസ്തൗ വിദ്വസ്തബന്ധനഃ മനഃ പൃഥിവ്യാം താമദ്ഭിഃ തേജസാപോ അനിലേന തത് ഖേവായും ധാരയന്തച്ച ഭൂതാദൗ തം മഹാത്മനി തസ്മിൻ ജ്ഞാനകലാം ധ്യാത്വാ തയാ ജ്ഞാനം വിനിർദഹൻ ഹിത്വാ താം സ്വേന ഭാവേന നിർവാണസുഖസംവിദാ അനിർദ്ദേശ്യ പ്രതിർക്യേണ തസ്തൗ വിദ്വസ്തബന്ധനഃ. ആ ഹരിശ്ചന്ദ്ര രാജാവിന് ലഭിച്ച ഗതി അഥവാ അദ്ദേഹം എങ്ങനെയാണ് മുക്തനായി തീർന്നത് എന്നുള്ളതിനെ വിസ്തരിച്ചതാണ്. അവിഹതാം ഗതിം എന്ന് പൂർവ്വ ശ്ലോകത്തിൽ പറഞ്ഞതിനെ വിസ്തരിക്കുകയാണ് 25-26 ശ്ലോകങ്ങളിൽ. മനഃ പൃഥിവ്യാം താം അദ്ഭിഃ തേജസാ ആപോ അനിലേന തത് ഖേ വായും ധാരയൻ തച്ച ഭൂതാദൗ തം മഹാത്മനി. ക്രമത്തിലുള്ള മടങ്ങിപ്പോക്കാണ്. എങ്ങനെയാണ് സൃഷ്ടിയുണ്ടായത്? സൃഷ്ടി നമ്മൾ തൃതീയ സ്കന്ധത്തിൽ വിസ്തരിച്ച് പഠിച്ചതാണ് അല്ലേ? ഭഗവാനിൽ നിന്ന് ഭഗവാന്റെ തന്നെ ശക്തിയായ മൂലപ്രകൃതി, ആ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മൂലപ്രകൃതി ഉണർന്നു. ആ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം, ആ അഹങ്കാരതത്വത്തിൽ താമസാഹങ്കാരം, ആ താമസാഹങ്കാരം പഞ്ചഭൂതങ്ങളായി പരിണമിച്ചു. ഇപ്പൊ അത് എങ്ങനെയാണ് തിരിച്ചു പോവുക? ഏതേത് അവസാനം വന്നോ അത് ആദ്യം അതിന്റെ സ്രോതസ്സിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഏറ്റവും അവസാനം ഉണ്ടായത് പൃഥ്വി തത്വമാണ്. ആ പൃഥ്വി തത്വം ജലത്തിൽ ലയിക്കും, ജലം അഗ്നിയിൽ ലയിക്കും, അഗ്നി വായുവിൽ ലയിക്കും, വായു ആകാശത്തിൽ ലയിക്കും, ആകാശം അഹങ്കാരതത്വത്തിൽ ലയിക്കും, അഹങ്കാരം മഹത്തത്വത്തിൽ ലയിക്കും. അതിനെയാണ് ഇവിടെ ക്രമത്തിൽ പറഞ്ഞത്. അദ്ദേഹം തന്റെ ധാരണ കൊണ്ട്, തന്റെ യോഗധാരണ കൊണ്ട്, അറിവുകൊണ്ട്, അഭ്യാസം കൊണ്ട് മനഃ പൃഥിവ്യാം, മനസ്സിനെ പൃഥിവിയിൽ ലയിപ്പിച്ചു. സംസാരത്തിന്റെ മൂലകാരണമാണ് മനസ്സ്. ആ മനസ്സിനെ ഈ പ്രപഞ്ച കാരണത്തിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെ പൃഥ്വീ തത്വത്തിലേക്കും താം അദ്ഭിഹി, അതിനെ ആ പൃഥ്വീ തത്വത്തെ അദ്ഭിഹി ജലതത്വത്തിലേക്ക്, അപ്പ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് അദ്ഭിഹി, ആ ജലങ്ങളാൽ ജലതത്വത്തിലേക്ക് ലയിപ്പിച്ചു. എന്നിട്ടോ തേജസ ആപഹ, ആ ആപഹ ജലതത്വത്തെ, ജലതന്മാത്രയെ തേജസ്സിലേക്കും ലയിപ്പിച്ചു. അനിലേന തത്, വായുവാണ് അനിലൻ, അപ്പോ അനിലനിലേക്ക് അഗ്നിതത്വത്തെയും, പിന്നെ ഖേ വായു, ആ വായുതത്വത്തെ, അനിലതത്വത്തെ ഖേ ആകാശ തന്മാത്രയിലേക്ക്, ആകാശതത്വത്തിലേക്ക് വിലയിപ്പിച്ചു. ധാരയന് മനഃ ധാരയന് എന്നർത്ഥം, മനസ്സിനെ ധാരണ ചെയ്തുകൊണ്ട്. തച്ച ഭൂതാദൗ, തച്ച എന്ന് പറഞ്ഞാൽ ആകാശതത്വത്തെ, ഭൂതാദൗ, ഭൂതാദി എന്നുള്ളത് അഹങ്കാരതത്വമാണ്. ഭൂതങ്ങളെ ഉത്ഭവിപ്പിക്കുന്നത്, ഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ആവിർഭവിച്ചത്. പഞ്ച ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്നാണ്. അന്ധകരണങ്ങൾ 4 സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഭൂതാദി എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ ഉൽപ്പത്തി ഏതിൽ നിന്നോ, താമസാഹങ്കാരം, അതിലേക്ക് ധാരണ ചെയ്തു, കാരണത്തിലേക്ക് കാര്യത്തെ ലയിപ്പിച്ചു. തം മഹാത്മനി, തം ആ ഭൂതാദിയെ, അഹങ്കാരതത്വത്തെ, മഹാത്മനി മഹത്തത്വത്തിൽ എന്നർത്ഥം, ബുദ്ധിതത്വത്തിലേക്ക്, സമഷ്ടി ബുദ്ധിതത്വത്തിലേക്ക് ഈ അഹങ്കാരതത്വത്തെ ധാരണ ചെയ്ത് ലയിപ്പിച്ചു. എന്നിട്ടോ തസ്മിൻ ജ്ഞാനകലാം ധ്യാത്വ തയാ അജ്ഞാനം വിനിർദഹന് ഹിത്വാ താം സ്വേന ഭാവേന നിർവാണസുഖസംവിദാ അനിർദ്ദേശ്യ അപ്രതിർക്കേണ തസ്തൗ വിദ്വസ്തബന്ധനഃ.
ആ തസ്മിൻ ജ്ഞാനകലാം, മഹത്തത്വ സ്വരൂപമായിരിക്കുന്ന ചിത്തത്തിൽ ജ്ഞാനകലാം, ജ്ഞാനകല എന്ന് പറഞ്ഞാൽ തന്റെ ചിത് സ്വരൂപമായിരിക്കുന്ന അംശം, ജീവതത്വം, ജീവാംശത്തെ എന്നൊക്കെ പറയാം, ചൈതന്യാംശത്തെ, ചിത് കലയെ, അതാണ് ജ്ഞാനകല. ചിദംശം എന്ന് പറയില്ലേ, ആ ചിദംശമായിരിക്കുന്ന തന്റെ ജീവഭാവത്തെ ധ്യാനിച്ചിട്ട് തയാ അജ്ഞാനം വിനിർദഹന്, ആ ധാരണ കൊണ്ട്, ധ്യാനം കൊണ്ട് അജ്ഞാനത്തെ വിശേഷേണ നിതരാം ദഹന്, ദഹിപ്പിച്ച് നശിപ്പിച്ച് അജ്ഞാനത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് താം ഹിത്വ, ആ ധ്യാനത്തെയും വെടിഞ്ഞ് വിധ്വസ്ത ബന്ധന, എല്ലാ ബന്ധനങ്ങളും ധ്വംസിക്കപ്പെട്ടവനായിട്ട്, എല്ലാ ബന്ധനങ്ങളെയും നശിപ്പിച്ചവനായിട്ട്, മുക്തനായിട്ട്, ജീവൻ മുക്തനായിട്ട്, അനിർദ്ദേശ്യ അപ്രതർക്യേണ, നിർദ്ദേശിക്കാനും തർക്കിക്കാനും പറ്റാത്തതായിട്ടുള്ള നിർവാണ സുഖസംവിദ സ്വേനഭാവേന തസ്തൗ, നിർവാണ സുഖസംവിദ, നിർവാണമാകുന്ന സുഖം, നിർവാണ സുഖം, ആനന്ദം, മോക്ഷസുഖം, സംവിത്ത് ജ്ഞാനം, ബോധം, ആ ബോധഭാവത്തിൽ സ്വേനഭാവേന, അതാണ് തന്റെ ഭാവം, നിജസ്വരൂപം. ഇപ്പോ ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം ഇതി ഭാവേന എന്നർത്ഥം. അഹം സച്ചിദാനന്ദസ്വരൂപ, അഹം ശിവ, അഹം ബ്രഹ്മാസ്മി, അഹം ആനന്ദ ഇത്യാദി ഭാവേന, അതാണ് നിർവാണ സുഖ സംവിധാസ്വേന ഭാവേന, ആ മോക്ഷ സുഖമാകുന്ന അറിവോടുകൂടെ, ജ്ഞാനത്തോടുകൂടെ, സ്വന്തം ഭാവത്തിൽ, സ്വസ്വരൂപത്തിൽ തസ്തൗ സ്ഥിതി ചെയ്തു, ഉറച്ചു നിന്നു. അപ്പൊ സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ ആ വിശ്വാമിത്രന്റെ ഉപദേശം സ്വീകരിച്ച്, അനുഗ്രഹം സ്വീകരിച്ച്, ജ്ഞാനിയായി തീർന്ന്, വിവേകിയായി തീർന്ന്, വിശ്വാമിത്രന്റെ ഉപദേശപ്രകാരമുള്ളതായിട്ടുള്ള ധാരണ ധ്യാനാദികൾ ചെയ്ത് തന്റെ കരണങ്ങളെയെല്ലാം അതിന്റെ കാര്യങ്ങളിലേക്ക് വിലയം പ്രാപിപ്പിച്ച് തന്റെ ജീവാംശമായിരിക്കുന്ന ചൈതന്യത്തെ പരമാത്മാവിൽ, പരബ്രഹ്മ തത്വത്തിൽ ലയിപ്പിച്ച്, ഭാവന കൊണ്ട്, വിചാരം കൊണ്ട് ലയിപ്പിച്ച്, അഹം ബ്രഹ്മാസ്മി സച്ചിദാനന്ദ സ്വരൂപ ശിവ അസ്മി, ചിദാനന്ദരൂപ ശിവോഹം, ശിവോഹം ഇതി ഭാവേന തസ്ഥൗ, ഇങ്ങനെ അദ്ദേഹം സ്രോതസ്സിലേക്ക് മടങ്ങിപ്പോയി, തന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോയി സ്ഥിതി ചെയ്തു. നമ്മളൊക്കെ അതൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്കും വന്നിടത്തേക്ക് മടങ്ങിപ്പോകണം. ഹരി ഹോം അല്ലേ, ചിന്മയാനന്ദ സ്വാമികള് ഹരി ഓം എന്ന് നമ്മൾ പറയുന്നതിനെ കുറിച്ച് ആരോ ചോദിച്ചു, സ്വാമിജി എന്താ ഈ ഹരി ഓം എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഹരി ഹോം എന്ന് ചിന്തിച്ചാൽ മതി. വേഗം വീട്ടിലേക്ക് പോകും. ഏതാ വീട്? വന്നിടം, അവനവന്റെ സ്വരൂപം. നമ്മളൊക്കെ വൈകുണ്ഠ സ്വരൂപികളാണ്, സച്ചിദാനന്ദ സ്വരൂപികളാണ്. എങ്ങനെയോ നമ്മൾക്ക് വിസ്മൃതി ബാധിച്ചു, സ്വരൂപ വിസ്മൃതി ബാധിച്ചു, അജ്ഞാനം ബാധിച്ചു. ആ അജ്ഞാനത്താൽ വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞ് ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഗുരുക്കന്മാരിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ഉന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അപ്പോ അജ്ഞാനത്തെ ദൂരീകരിക്കുന്നവനാണ് ഗുരു. ഗു ശബ്ദം അന്ധകാരത്തെയും ഋ ശബ്ദം നിരോധകത്വത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്ന് തന്റെ സ്വരൂപത്തെക്കുറിച്ച് തത്വമസ്യാദി മഹാവാക്യ ഉപദേശങ്ങളിലൂടെ വിചാരം ചെയ്ത് ഉറപ്പിച്ച് തന്റെ സ്വരൂപ സ്ഥിതിയിലേക്ക് ഉറപ്പ് നേടണം. അവിടെ അങ്ങോട്ട് ഉറച്ചിരിക്കണം. അതാണ് അവിടെ തസ്തൗ, സ്ഥിതി ചെയ്തു, സ്ഥിതപ്രജ്ഞനായി. ഇതാണ് പ്രജ്ഞ. ഈ തന്നെക്കുറിച്ചിട്ടുള്ള ശരിയായ ബോധമാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപമാണ്, താൻ ബ്രഹ്മമാണ് എന്നുള്ള
അറിവാണ് യഥാർത്ഥ പ്രജ്ഞ. അതിലുള്ള സ്ഥിതിയാണ് സ്ഥിതപ്രജ്ഞത. അതിൽ നിന്ന് ഇളകാത്ത അവസ്ഥ. മറ്റതൊക്കെ നമ്മളിപ്പോൾ ഇളകിയിട്ട് താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ശരീരാദികളിൽ അഭിമാനിച്ച് ദുഃഖിതരായി കഴിഞ്ഞുകൂടുകയാണ്, സംസാരികളായി കഴിഞ്ഞുകൂടുകയാണ്. ഇതിൽ നിന്ന് മടങ്ങിപ്പോകണം. അതിന് എന്താ പറയുക, ചിത്തശുദ്ധി വേണം. ആ ചിത്തശുദ്ധി സത്യസന്ധതയിൽ നിന്നാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു കഥയാണ് ഹരിശ്ചന്ദ്രന്റെ കഥ. സത്യത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു മഹാത്മാവാണ്. അല്പം അദ്ദേഹത്തിന് പുത്രവാത്സല്യം കൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയൊരു ഭ്രമം കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം സത്യസന്ധനായി പേരെടുക്കുന്ന, സത്യസന്ധതയ്ക്ക് ഉദാഹരണമായി പ്രതീകമായി ഹരിശ്ചന്ദ്രൻ എന്ന് പേര് നേടി. ഹരിശ്ചന്ദ്രനാണ് അവൻ എന്ന് ഒരാളെ നമ്മൾ വിശേഷിപ്പിച്ചാൽ അവൻ ഏറ്റവും സത്യസന്ധനാണ്. സത്യത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറുള്ളവനാണ്. തന്റെ ഭാര്യയെയോ മകനെയോ തന്റെ സർവസ്വവും രാജപദവിയും എല്ലാം താൻ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരവസ്ഥയെ പിന്നീട് ഹരിശ്ചന്ദ്രന്റെ കഥയിൽ കാണാം. ആ കഥ ഇവിടെ പറഞ്ഞില്ല, മുമ്പ് ചെയ്ത കഥയാണ് പറഞ്ഞത് അല്ലേ. വരുണനെ കുറച്ചു കാലം പരീക്ഷിക്കുന്നതായിട്ടുള്ള കഥ മാത്രം പറഞ്ഞു. വിശ്വാമിത്രൻ ഇദ്ദേഹത്തെ പരീക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ ആ ഒരു സത്യസന്ധത വെളിവാക്കുന്ന ആ കഥ നമ്മൾ കാണണമെങ്കിൽ വാൽമീകി രാമായണത്തിലേക്ക് പോകണം, വിശദമായിട്ട് കാണാൻ. വാൽമീകി രാമായണത്തില് മറ്റ് ബാലകാണ്ഡത്തില് വളരെ വിസ്തരിച്ച് വിശ്വാമിത്ര ചരിതം പറയുന്നിടത്ത് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇവിടെ ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. ഇനി തുടർന്ന് ഈ രോഹിതന്റെ വംശത്തെ പറഞ്ഞു വരുന്നു. അവിടെയാണ് നമ്മൾ സഗരന്റെ വംശം വരിക, ഭഗീരഥന്റെ കഥ, ഗംഗാ ഉൽപ്പത്തി, ഇതൊക്കെ വരും. നോക്കാം. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശ നിരൂപണ പ്രകരണേ ഹരിശ്ചന്ദ്രചരിത നിരൂപണം നാമ സപ്തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ക്ലാസ് ഇല്ല. നാളെ ഉണ്ടാവില്ല. നാളെ കാലടി കുറച്ച് പണികളുണ്ട്, പോവുകയാണ്. മറ്റന്നാളെ ഉണ്ടാവുള്ളൂ. ഇന്ന് വൈകുന്നേരം പറ്റുമോ നോക്കട്ടെ. ഞാൻ വൈകുന്നേരം ഉണ്ടെങ്കിൽ പറ്റിയാൽ ക്ലാസ് എടുക്കാം. കുറെ പുറത്ത് പോയിട്ടുള്ള പണികളുണ്ട്, അതാണ്. ഇപ്പൊ പറയാൻ വന്നത്, സ്കൂൾ തുറന്നു അല്ലേ, കുട്ടികളുടെ സ്കൂൾ പോക്ക് തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കുറേ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം 120-ലധികം കുട്ടികൾക്ക് കൊടുത്തു. അതിനു മുമ്പും അതേപോലെ തന്നെ 100-ലധികം കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ തുടർച്ചയായിട്ട് 100-ലധികം കുട്ടികൾക്ക് നമ്മൾ പഠനോപകരണ വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വർഷം എൻ്റെ തിരക്കുകളെ കൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ മറന്നു പോവുമായിരുന്നു. നമ്മൾ പലരും അന്വേഷിക്കുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്, എന്നെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ആയിട്ട്. നമ്മുടെ വിജയരാഘവ മാഷ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എന്ന്. അപ്പോൾ എന്തായാലും ഈ 8-ാം തീയതി അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ കുട്ടികളെ വന്നിട്ടുള്ളൂ. 60-ലധികം കുട്ടികൾ വന്നിട്ടുണ്ട്. 70ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലാണ് ഓരോരുത്തർ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങുക. അതുകൊണ്ടാണ് ഞാനും വൈകിയത്. ഇപ്രാവശ്യം 120 ആയിട്ടില്ല. ഏകദേശം 70ഓളം കുട്ടികൾ ആയിട്ടുണ്ട്. ഇനി കൊടുക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ പലരും വരും.
മാക്സിമം നമുക്കൊരു 100 പേര് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാനിപ്പോൾ ഒരു 75-80 പേർക്കുള്ള സാമഗ്രികൾ ഇന്ന് പ്രൊക്യൂർ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നും വെള്ളിയാഴ്ചയായിട്ട് ഞാനതെല്ലാം സമാഹരിക്കണം. എന്നിട്ട് ശനിയാഴ്ച അത് കൊടുക്കണം. പിന്നെ വലിയ ഫംഗ്ഷനൊന്നും വെക്കുന്നില്ല. 1-2 സ്ഥലങ്ങളിൽ അവിടെ തന്നെ നേരിട്ട് ചെന്ന് കൊടുക്കാനുള്ള പരിപാടികളാണ്. ചില അംഗൻവാടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചില കോളനികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അവിടെ തന്നെ ചെന്ന് കൊടുക്കാനുള്ളൊരു ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അത് എന്താ പറയുക, അല്ലെങ്കിൽ അതൊക്കെ സംഘടിപ്പിക്കാനും എല്ലാവരെയും വരുത്താനും ഒക്കെ വലിയ പണിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് വന്ന് ചെന്ന് കൊടുത്താൽ അവർക്കത് സൗകര്യമായിരിക്കും. അപ്പം അങ്ങനെ ചില ഭാഗങ്ങളിൽ നിന്നാണ് റിക്വസ്റ്റ് വന്നിട്ടുള്ളത്. അത് ചെയ്യാനായിട്ട് പോണു. ഇവിടെ പരിസരത്തുള്ള ഒരു 30-ലധികം കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് വാങ്ങിച്ചോളൂ, ആശ്രമത്തിൽ വന്ന് കളക്ട് ചെയ്തോളൂ. ഇനി ഇവർക്ക് കൊടുക്കുന്നത് കാണുമ്പോഴാണ് ഓരോരുത്തരെ അന്വേഷിച്ച് വരിക. എന്തായാലും വരുമ്പോൾ വരട്ടെ. വരുമ്പോൾ നമുക്ക് ആവുന്നത് ചെയ്യാം. എന്തായാലും ഞങ്ങളും എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ യഥാശക്തി ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു തരാം. 9349012478. നോട്ട് ചെയ്തോളൂ. ഗൂഗിൾ പേ നമ്പർ 9349012478. ഈ നമ്പറിലേക്ക് നിങ്ങൾക്കാവുന്നത് സമർപ്പിക്കാം. യഥാശക്തി ഓരോരുത്തരും ചെയ്യാം. നമുക്ക് അതന്നെ അറിയാത്തവരൊക്കെ നോട്ട് ചെയ്യാം. മിക്കവാറും എല്ലാവരും അല്ല 12478 ഉണ്ട്. 12478 ഉണ്ട്. 1248 അല്ല. ഒന്ന് കറക്റ്റ് ചെയ്യാം. 9349012478. ഇപ്പോൾ 9 നമ്പറേ ആയിട്ടുള്ളൂ. 10ാമത്തത് 7 ഇടയിൽ ചെയ്യണം. യെസ്, 9349012478. യെസ്. അപ്പോൾ ആവുന്നത് ആവും പോലെയൊക്കെ ചെയ്യാം ഓരോരുത്തരും. കുട്ടികൾക്ക് ബാഗ്, കൊട, ജോമെട്രി ബോക്സ്, നോട്ട്ബുക്സ്, ഇതാണ് പെൻസിൽ, പേന പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ചില കുട്ടികൾ നമ്മളോട് യൂണിഫോമിൻ്റെ സഹായമൊക്കെ ചോദിക്കും. അത് നോക്കിയിട്ട് നമ്മൾ അർഹരാണെങ്കിൽ കൊടുക്കും. അത് ഓൾറെഡി ഇവിടെയുള്ള അടുത്തുള്ള ഒരു 4 കുട്ടികൾ, വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് യൂണിഫോമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവും പോലെയൊക്കെ ചെയ്യും. ഹരിയോം നാരായണ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശുഭദിനം. വൈകിട്ട് ഞാനിവിടെ ഉണ്ടെങ്കിൽ, ആശ്രമത്തിലുണ്ടെങ്കിൽ 6:30 ക്ലാസ് ചെയ്യാൻ നോക്കാം. നാളെ ഉണ്ടാവില്ല. നാളെ കാലടിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കിന് പാലക്കാട്ടിൽ നിന്ന് ആളെ കൊണ്ടുപോയിട്ട് ഏർപ്പാട് ചെയ്യണം. അവിടെ കുറേ മഴ കൊണ്ട് ചോർച്ച. അപ്പോൾ അവിടെ ആളുകളെ കിട്ടാനില്ല. അപ്പോൾ അതിന് ഇവിടുന്ന് പാലക്കാട് നിന്ന് ആളുകളെ കൊണ്ടുപോയിട്ട് ഏർപ്പാട് ചെയ്യാൻ വേണ്ടി പോകും. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് പറ്റിയാൽ കാണാം. നാളെ മിക്കവാറും ഉണ്ടാവില്ല. ഇനി നാളെ കാലടിയിൽ വലിയ മഴയാണെങ്കിൽ ഞാൻ അവരോട് രാവിലെ വിളിച്ചു ചോദിച്ചിട്ടേ യാത്ര പുറപ്പെടുള്ളൂ. രാത്രി നോക്കിയിട്ട്, രാവിലെയും നോക്കിയിട്ട്. മഴയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അവിടെ ചെന്നാലും കണ്ടിട്ട് വരാനേ പറ്റുള്ളൂ. പണിയെടുക്കാനൊന്നും പറ്റില്ല. നോക്കട്ടെ, സൗകര്യം പോലെ ചെയ്യാം. എന്തായാലും സമയങ്ങളിൽ നോക്കിക്കോളൂ. നോട്ടിഫിക്കേഷൻ ഉണ്ടോ, സ്വാമി സ്ഥലത്തുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട്. അത്രയുള്ളൂ. ഹരിയോ. എല്ലാവർക്കും ശുഭദിനം. ഹരിയോം.